നമസ്കാരം. ഫീൽ ദ മൊമെന്റ്സ് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിൽ നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്. തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ നമ്മുടെ യൂട്രസ് തരുന്നൊരു ബാലൻസും സപ്പോർട്ടും അതുവഴി എന്താണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നൊരു പറ്റുന്നൊരു ഹെൽത്ത് എന്ന് പറയുന്നത് ഹോർമോൺ സംബന്ധമായ ഒക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം യൂട്രസ് ഡിസീസസ് ആണ്, യൂട്രസിനെ ബാധിക്കുന്ന അസുഖങ്ങൾ. അപ്പോൾ യൂട്രസിനെ ഒരു ഓപ്പറേഷനിലൂടെ ഒഴിവാക്കി കളയുക എന്നുള്ളതല്ല, അതിനെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത 1 മണിക്കൂർ സമയം സംസാരിക്കാൻ പോകുന്നത്. യൂട്രസ് ഡിസീസസ് സേവ് യൂട്രസ് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ പ്രേക്ഷകർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും എന്തെങ്കിലും ഒരു സംശയമെങ്കിലും ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ് നമ്മുടേത്. നിങ്ങളുടെ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഡോക്ടറോട് നേരിട്ട് തന്നെ യൂട്രസ് ഡിസീസസ് സേവ് യൂട്രസ് ഫ്രം ഓപ്പറേഷൻ എന്ന ഇന്നത്തെ ഈ വിഷയത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇത് കൂടാതെ ഫോണിൽ അല്ലാതെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ മെസ്സേജായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരാവുന്നതാണ്. ഡോക്ടറോട് ചോദിച്ച് നമ്മുടെ ഈ ലൈവിൽ തന്നെ അതിനുള്ള ഉത്തരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മാത്രം ചെയ്യുക. വാട്സപ്പ് നമ്പറിലേക്ക് ദയവ് ചെയ്ത് കോൾ ചെയ്യരുത്. കോൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഡോക്ടറോട് നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക്, ചോദ്യങ്ങളിലേക്ക്, സംശയങ്ങളിലേക്ക് കടക്കാം. ഡോക്ടർ, ഈ യൂട്രസ് ഒഴിവാക്കി കളയുക അല്ലെങ്കിൽ ഓപ്പറേഷനിലൂടെ ഒഴിവാക്കാതെ അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ക്യാമ്പയിൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. WHO ലോകാരോഗ്യ സംഘടന സേവ് വുമൻ ഓർഗൻസ് എന്നുള്ളതാണ് ക്യാമ്പയിൻ. യൂട്രസ് എന്ന് പറയുമ്പോൾ ഓവറി രണ്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിന് സേവ് ചെയ്യുക എന്നുള്ളതാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ്, അതായത് ഒരു 10-15 വർഷമായിട്ടുണ്ട് റിസർച്ച് പ്രോസസ്സൊക്കെ കാണിക്കുന്നത്. ഈ യൂട്രസും ഓവറിയും അല്ലെങ്കിൽ രണ്ടിൽ ഏത് ഒന്ന് പോയാലും ഇത് ടോട്ടൽ ഒരു യൂണിറ്റ് പോലെയാണ്. 2 ഓവറീസ്, ഓവറി എന്ന് പറയുന്നത് അണ്ടാശയം 2 ഉണ്ട്, യൂട്രസ് 1 ഗർഭപാത്രം. സോ ഇത് 3ഉം തമ്മിലൊരു സിംഫണിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ. ഇത് ഹോർമോൺ കൊടുക്കുമ്പോൾ അത് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക. ഇതെല്ലാത്തിനും മുകളിൽ ഇത് യൂട്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിക്വിഡ്, ദാറ്റ് ഇസ് പെൽവിക്, ഇതിനകത്ത് പെൽവിക് കേജ് എന്ന് പറയും. ഈ ഇങ്ങനത്തെ ആ ഒരു കൂടുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ബോണി കേജ്, അതിൻ്റെ അകത്ത് നടുക്ക് വരുന്നതാണ് ഈ യൂട്രസ്, ഗർഭപാത്രം. പലർക്കും അതറിയില്ല. അതിൻ്റെ ഫ്രണ്ടിൽ ബ്ലാഡറുണ്ട്, ബാക്കിൽ മറ്റേ കുടൽ ഭാഗമൊക്കെ ഉണ്ട്, ദാറ്റ് ഇസ് ഇൻറ്റസ്റ്റൈൻ. സോ ദിസ് യൂട്രസ് ഈസ് എ സെൻറ്റർ പോയിൻറ്റ്. അത് 2 സൈഡിലോട്ടും ഇവിടത്തേക്ക് നമ്മുടെ ബോൺസിലേക്ക് വന്ന് ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ്സ് കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരിത്. ആക്ച്വലി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ എല്ലാ കണക്ഷനെയും നമ്മൾ കട്ട് ചെയ്ത് ടൈ ചെയ്താണ് നമ്മൾ വലിയ കോംപ്ലക്സ് പ്രൊസീജിയർ. എല്ലാവരും ഈസി ആയിട്ട് യൂട്രസ് എടുക്കാൻ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ചെയ്തുകൊണ്ടിരുന്നത് നമുക്കൊക്കെ അറിയാം. ബിക്കോസ് ലാപ്രോസ്കോപ്പി വഴിയാണെങ്കിലും അകത്ത് ചെയ്യണമൊക്കെ സെയിം ആണ്. ടൈയിന് പകരം കരിച്ച് കളയുക, അങ്ങനെയാണ്. ബട്ട് അല്ലെങ്കിൽ ടൈ ചെയ്യാം, ഇറ്റ്സ് എനിത്തിങ്. വയറ് തുറന്നില്ലെങ്കിൽ അകത്തെല്ലാമേ. സോ ഈ ബാലൻസ് ഓഫ് എ യൂട്രസ് വിച്ച് ഇറ്റ് ഗിവ്സ്, ഫസ്റ്റ് തിങ് അനറ്റോമിക്കലി, അതായത് ഒരു അവയവം അതിൻ്റെ നടുക്ക് സ്ഥാനം കൊണ്ട് ഹൗ സ്ട്രോങ് ഇറ്റ് ഈസ് മേക്കിംഗ് ദ ഹോൾ അതർ പ്രോസസ്. ഫ്രണ്ടിലുള്ള ബ്ലാഡർ അതിൽ തട്ടിയാണ് നിൽക്കുന്നത് സ്ത്രീകൾക്ക്. ഈ ഇൻറ്റസ്റ്റൈൻസ് കുടലിലൊക്കെ അതിൻ്റെ ബാക്കിൽ വൻകുടലിലൊക്കെ വന്നിട്ട് അതിൽ ഒരു അപ്പോൾ ഇതൊരു ബാലൻസാണ് നടുക്ക്. ഇത്രയും നിറയെ ഈ കയറ് പോലത്തെ ലിഗമെൻറ്റ്സ്, മസിൽസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് യൂട്രസിനെ ഇൻ പ്ലേസ് വയ്ക്കുന്നത്. അല്ലെങ്കിൽ താഴെ പോരും. അങ്ങനെ അതിന് നല്ല ഹോർമോൺസ് വേണം, എല്ലാം. ഇതിന് നന്നായിരിക്കണ ഈ സംഭവം അങ്ങനെ ഇരുന്നാൽ അതിൻ്റെ ബാലൻസ് കറക്റ്റായിരിക്കും. ഇല്ലെങ്കിൽ ഈ യൂട്രസ് എടുത്ത് മാറ്റുന്നുണ്ട്. ഹോർമോൺ പ്രശ്നം രണ്ടാമത് പറയാം. അനറ്റോമിക്കലി, അതായത് നമ്മൾ അവിടെ ആ അവയവത്തിൻ്റെ ബാലൻസ് പോകുന്നതുകൊണ്ട് ഉണ്ടാവാവുന്ന നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സൈഡ് എഫക്റ്റ് ബ്ലാഡർ താഴെ ഇറങ്ങി വരും. ലേഡീസിന് അങ്ങനെ ഒരു കോംപ്ലിക്കേഷനുണ്ട്. അത് ചെയ്ത് കഴിയുമ്പം ഈ വെജൈന വഴി ബ്ലാഡർ ഇറങ്ങി വരും. അത് എത്രയോ ഡോക്ടേഴ്സ് ആ ബ്ലാഡറിനെ യൂട്രസ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് എന്നോ ചെയ്ത ഓപ്പറേഷൻ ആയിരിക്കും. അത് കഴിയുമ്പം ബ്ലാഡർ
പുറത്തേക്ക് വരും. വളരെ ഏർലി ആയിട്ട് ഇപ്പോൾ 30-35 ചെയ്ത ഒരു 40 ബ്ലാഡർ പുറത്ത് വരും. പിന്നെ അടുത്ത ഓപ്പറേഷനായി ബ്ലാഡറിനെ മുകളിൽ വെച്ച് നമ്മൾ സിസ്റ്റോസീൽ നമ്മളത് തുന്നുക എന്നുള്ളത്. ദാറ്റ് ഈസ് ബ്ലാഡർ. ഈ പറഞ്ഞ പോലെ എല്ലാം എടുത്ത് കളയാൻ പറ്റില്ല. ഈവൻ യൂട്രസും എടുത്ത് അങ്ങനെ കളയുക എന്നുള്ള വാക്ക് തന്നെ ഇറ്റ്സ് റോങ്. അതങ്ങനെ കളയാൻ പറ്റിയൊരു സംഭവം അല്ല അത്. ഓരോന്നിനും അതിൻ്റേതായ ആവശ്യകത ഉണ്ട്. പിന്നെ എല്ലാവരുടെയും ഒരു വിചാരം എന്താ വെച്ചാൽ ഈ യൂട്രസിൽ വരുന്ന അസുഖം എന്താണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖമേ ഉള്ളൂ, മുഴ. അതെ. എന്ന് വെച്ചാൽ ഉടനെ ആളുകൾ ഇപ്പോൾ കേരളത്തിൽ കുറച്ച് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, എല്ലാവർക്കും ഏതാണ്ടൊക്കെ അറിയാം, എന്നാൽ എല്ലാം അറിഞ്ഞൂടാ, ഹാഫ് നോളജ് ഉണ്ട്. അപ്പോൾ ഉടനെ എന്ത് മുഴയായാലും അത് ക്യാൻസർ. ബട്ട് ദ ട്രൂത്ത് ഇസ് യൂട്രസിൽ വരുന്ന മുഴകൾ നമ്മൾ കോമൺ മാൻ ഫൈബ്രോയിഡ് എന്ന് വിളിക്കും. ആക്ച്വലി ടെക്സ്റ്റ് ബുക്സിൽ, മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സിൽ ലിയോമയോമ എന്ന് പറയും. വെച്ചാൽ മയോമ മീൻസ് ഒരു മസിലിൻ്റെ അനാവശ്യ ഗ്രോത്ത്. യൂട്രസ് കംപ്ലീറ്റ് ഒരു മസിലാണ്, ഇങ്ങനെ ഒരു ആപ്പിൾ ഷേപ്ഡ് മസിലാണ്. അപ്പോൾ കുറച്ച് ചെറിയൊരു സാധനമാണ്. പിന്നെ അത് ഒത്തിരിയും വലുതായാണ് പ്രഗ്നൻസി ഉണ്ടാവണം. എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന മസിൽ. എല്ലാ മസിൽസും അങ്ങനെ തന്നെയാണ്. എസ്പെഷ്യലി ഈ മസിൽ ഹാസ് ഗോട്ട് ദാറ്റ് പവർ. സോ ഈ മസിൽസ് എക്സ്പാൻഡ് ചെയ്ത് താഴുമ്പം ചെറിയ 1-2 അനാവശ്യ ചെറിയ മുഴകൾ പോലത്തെ സംഭവം ഉണ്ടാവും. അത് ഫൈബ്രോയിഡിന് സാധാരണ മുഴ. അവർ വിചാരിക്കുന്ന, ആളുകൾ വിചാരിക്കുന്നത് ഇത് പുതിയതായിട്ടൊരു മുഴ ഉണ്ടായി വരികയാണ്, അപ്പോൾ എന്തോ ക്യാൻസറാണ് എന്ന് പേടിപ്പിച്ച് ആളുകളെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ബിക്കോസ് മുഴ എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഇപ്പോൾ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉള്ളതുകൊണ്ട് വേറെ പല കാര്യത്തിനും. ഇപ്പോൾ ബ്രസ്റ്റിലെ മുഴയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. ബിക്കോസ് ഒരു പരിധി വരെയൊക്കെ അത് ക്യാൻസർ മാസം. ബട്ട് യൂട്രസിൽ വരുന്ന മുഴ ഫൈബ്രോയിഡിനൊരു ഗുണമുണ്ട്. അതിൻ്റെതായ ഒരു ക്യാരക്ടറുണ്ട്. എന്ന് വെച്ചാൽ 5 സെൻറ്റിമീറ്ററെങ്കിൽ അത് 5 വർഷം കൊണ്ടായിരിക്കും അതായത്. എവറി ഇയർ മേ ബി 1 സെൻറ്റിമീറ്റർ വിൽ റൈസ്. സോ ഇത്രയും വർഷം കൊണ്ട് പതുക്കെ വളരുന്ന ഒരു സംഭവം ഇറ്റ് കനോട്ട് ബി ലൈക്ക് ക്യാൻസർ ആവാൻ സാധ്യതയില്ല. അപ്പോൾ സാധ്യതയില്ല എന്നല്ല, 0.01% ഉള്ളൂ. നമ്മൾ എടുത്ത സർവേയിലാണെങ്കിലും ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ഇറ്റ്സ് റിട്ടൺ ഓൺലി ദാറ്റ് മച്ച്. സോ ക്യാൻസർ ആവാൻ ഒരു സാധ്യതയില്ലാതെ മുഴയെ ക്യാൻസർ ആകും എന്ന് പേടിപ്പെടുത്തി ഈ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടത് ഒരു റുട്ടീൻ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അത് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ. അതെന്ന് വെച്ചാൽ ബിക്കോസ് നമ്മൾ ഈ സർവേ എടുക്കുമ്പോൾ, ഈ ഇതിൽ നോക്കി WHO സർവേ എടുക്കുമ്പോൾ കൂടുതൽ യൂട്രസ് റിമൂവ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഉള്ള സ്ഥലത്താണ്. ബിക്കോസ് ഈസി ആയിട്ട് മുഴയാണെങ്കിൽ ക്യാൻസർ ആണെന്ന് പേടിപ്പെടുത്തിയാൽ പീപ്പിൾ വിൽ എന്തായാലും അത് എടുത്ത് മാറ്റാൻ പറ്റുന്ന അവയവമായിട്ട് മാറ്റാമല്ലോ, എന്നാൽ ആ ക്യാൻസർ വരില്ല എനിക്ക് എന്ന് വിചാരിക്കണം. ആക്ച്വലി ഇത് ക്യാൻസറായിട്ട് ടേൺ ചെയ്യുന്ന സാധനമേ അല്ല. അത് സ്കാനേ ചെയ്യാതെ വിടുന്നവർക്കാണെങ്കിൽ അറിയും കൂടിയില്ല, ചിലപ്പം പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല. അത് ആക്ച്വലി മുഴകൾ ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാക്കാനോ അങ്ങനത്തെ പ്രോബ്ലംസ് 90% ഉണ്ടാക്കില്ല. അത് സൈസ് പതുക്കെ വളർന്ന് 8 വർഷം കൊണ്ട് 7 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്ററും. ഞാനൊരു ലേഡിയെ കണ്ടത്, അവർക്ക് ഒരു 75 വയസ്സിൽ 8 സെൻറ്റിമീറ്ററുള്ള മുഴ അകത്തുണ്ട്. ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ സൈസിലുള്ള എല്ലാം അകത്തിരിപ്പുണ്ട്. ബട്ട് സ്കാനേ 40 വർഷമായിട്ട് ചെയ്യാത്തവരായതുകൊണ്ട് ഷീ ഡിഡ്ന്റ് നോ. അതുകൊണ്ടാണെന്ന് ഒരു യൂട്രസ്. ബട്ട് ഷീ ഹാസ് നോ പ്രോബ്ലം. പീരിയഡ്സ് ഒക്കെ നിന്നു, ഒന്നുമില്ല. യൂറിനറി ഇൻഫെക്ഷൻസ് വരണമെന്ന് പറഞ്ഞു വന്നു. വേറെ ബാക്കി അതർവൈസ് എല്ലാം ഫിറ്റ് ആൻഡ് ഫൈൻ ആണ്. ഷീസ് എല്ലാ ജോലിയും അറ്റ് 75. സോ ഇത് 35 വയസ്സിൽ ഇപ്പം മാറ്റാം. പണ്ടൊക്കെ ഒരു ജനറലി ഒരു എത്തിക്സ് ഉണ്ടായിരുന്നു, 40 വയസ്സ് കഴിയാതെ ഒരാളുടെ യൂട്രസ് മാറ്റരുത്. ഇപ്പം അങ്ങനെയൊന്നും എത്തിക്കലല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇടപെട്ട് WHO വഴി എല്ലാവർക്കും ഇടപെടേണ്ടി വരുന്നത്. ബിക്കോസ് ഈ ആളുകൾക്ക് അവയർനെസ്, ബോധവൽക്കരണം ഇല്ല. യൂട്രസ് എടുത്ത് മാറ്റാൻ പാടില്ല. അതിൻ്റെ ബ്ലീഡിങ് വരുന്ന അസുഖം അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ അകത്ത് ഹോർമോൺ ഇംബാലൻസ് ആയിട്ട് ബ്ലീഡ് ഒരുപാടാവുന്ന അഡിനോമയോസിസ് എന്നൊരു രോഗം. അതിനാണ് അവർ യൂഷ്വലി പ്രോബ്ലം വരുന്നത്. പിന്നെ മുഴ എന്ന് പറയുന്നത് സ്കാനിൽ കാണാൻ പറ്റും. എല്ലാവരും വിചാരിക്കണം ഈ മുഴ കാരണമാണ് ബ്ലീഡിങ് വരുന്നത്, അങ്ങനെയൊക്കെ. ആക്ച്വലി ഈ 2 അസുഖമേ ഉള്ളൂ, ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴയും ദെൻ ബ്ലീഡിങ് വരുന്നത്. ഈ 2ന് വേണ്ടി എടുത്ത് മാറ്റുക. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. നമുക്കൊരു കോളർ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ഇതാരാണ്? രേവതിയാ വിളിക്കുന്നത്. എവിടുന്ന് വിളിക്കുന്നു രേവതി? വീരൂർക്കടയെന്നാണ്. ഓക്കെ രേവതി, ഇന്നത്തെ ടോപ്പിക് യൂട്രസ് ഡിസീസസ് ആണ്. സേവ് യൂട്രസ് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റി ആണ്. പേട്ട അക്ഷരവീഥി റോഡിലുള്ള പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. സംസാരിക്കാം ഡോക്ടറോട്. ഹലോ 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 ഡോക്ടർ. രേവതി, എന്റെ ഒരു ഫ്രണ്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. പുള്ളിക്കാരിക്ക് PCOD-യുടെ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അത് ഏജ് എത്രയാ? ഏജ് 47 ആണ് ആൾക്ക്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ മാത്രമല്ല വെജൈനൽ ഏരിയ ഒക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അത് എപ്പോഴും മുറി, ഫുഡ്,
ഇൻഫെക്ഷൻ വരികയൊക്കെ ചെയ്യുന്നത് അടിക്കടി. അതായത് എപ്പോഴും പനിയും ഇങ്ങനെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പൊ മരുന്ന് ആന്റിബയോട്ടിക്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. അപ്പൊ ഒരിക്കലും ഹെൽത്ത് ഫിറ്റ്നസിലോട്ടൊന്നും ഇറങ്ങാനും ഒന്നും പറ്റുന്നില്ല. എന്ത് ചെയ്യുമ്പോഴത്തേക്കും ആൾക്ക് വയ്യാണ്ടാവും. രേവതിക്ക് കൂട്ടുകാരിയെ കിട്ടുന്നില്ല ജിമ്മിലൊക്കെ പോവാൻ, ശരിയല്ലേ? അതാണോ പറഞ്ഞത്? ലൈക്ക് യു ആർ നോട്ട് ഗെറ്റിംഗ് യുവർ ഫ്രണ്ട് അല്ലേ? ബിക്കോസ് ഹെൽത്ത് വൈസ് വെളിയിൽ പോകാനും ഒക്കെ ആളിനെ ഇപ്പോൾ കിട്ടണം. സോ ദ ഫസ്റ്റ് തിങ് വി ക്യാൻ ഡു വിത്ത് യുവർ ഫ്രണ്ട് ഇസ് ആക്ച്വലി ഈ റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ ലേഡീസിന് മാത്രമേ വരുള്ളൂ. എന്താ വെച്ചാൽ ആക്ച്വൽ കോസ് ഓഫ് ഇൻഫെക്ഷൻ നമുക്ക് ശരിക്കും ടെസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ അടുത്ത് വന്നാൽ മതി. ഐ ടെൽ യു ഹൗ ടു ഡു ദ ഹോൾ തിങ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും പ്രോപ്പറായിട്ട് ചെയ്യണം. സോ ഒരു പ്രോപ്പർ എക്സ്പീരിയൻസ്ഡ് സോണോളജിസ്റ്റ്, ലേഡീസ് സോണോളജിസ്റ്റിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അകത്ത് പഴുപ്പ് കിടക്കണം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പ്രോപ്പർ ആയിട്ട് ചെയ്യുമ്പോൾ യൂട്രസിനകത്ത് പഴുപ്പ് കിടക്കണം, സൈഡ്സിൽ പഴുപ്പ് കിടക്കുന്നത്, സെർവിക്സിൽ കാണും ചെറിയ ചെറിയ കുമിളകൾ, സിസ്റ്റ് പോലെ പഴുപ്പുള്ളത്. സോ ഇത് ഒരു 3 to 4 months പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻസ് വരാതെ ആയിക്കോളും. സോ ദ പ്രൈമറി കോസ് ഇസ് യൂട്രസിൻ്റെ ഏരിയയാണ്. ആക്ച്വൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദി യൂട്രസ്, ബട്ട് ഇറ്റ് ഈസിലി ഈ 2 ഹോൾസും ലേഡീസിന് അടുത്തെടുത്താം. സോ ഈസിലി ഈ വെജനൽ ഇതുവഴി യൂറിനറി മിയാറ്റസ്, യൂറിനറി ഇത് വരുന്ന ആ ഹോളിലേക്ക് പെട്ടെന്ന് ബാക്ടീരിയ കിടക്കും, ഈവൻ വൈറസ്. സോ അപ്പോൾ ഫംഗസ് ഓൾസോ. സോ അപ്പോൾ അങ്ങനെ വരുമ്പം ബാക്ടീരിയ ആയിരിക്കും യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലുണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പ്രൈമറിലി അതൊരു സിമ്പിൾ പ്രോസസ്സേ ഉള്ളൂ. ആക്ച്വലി 15 ഡേയ്സിലൊരിക്കൽ യു ഷുഡ് ടേക്ക് എ ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയാണ് നമ്മളൊരു 3 months റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ വരില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരിക്കൽ, പിന്നെ 3 മാസത്തിലൊരിക്കൽ, അങ്ങനെ. സോ ദറ്റ് കംപ്ലീറ്റ്ലി ഇതിപ്പോൾ ക്രോണിക്കായിട്ട് വന്ന വെജനൽ ഇൻഫെക്ഷൻ ആയിരിക്കും, യൂട്രസിൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിനെ പതുക്കെ പതുക്കെ ശരിയാക്കി കൊണ്ടുവരാം. യൂഷ്വലി വരുന്ന എല്ലാ ലേഡീസും റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് വരും, പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. സോ പ്രൈമറി ആയിട്ട് അതിൻ്റെ പ്രശ്നത്തിന് ആദ്യം ഫസ്റ്റ് അതിൻ്റെ വേര്, ദ റൂട്ട് ഓഫ് ദി കോസസ് ദിസ് യൂട്രസിനകത്തുള്ള ഷുഗർ കൂടുതൽ കൺട്രോൾഡ് ഇല്ല, കുഴപ്പമില്ല. കൺട്രോൾ അല്ലാതെ മുകളിലും താഴെയും പോയിരിക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ പ്രൈമറി ഇൻഫെക്ഷൻ ഇല്ലാതാക്കിയിട്ട് ഡയറ്റ് കൺട്രോൾ ഇതും കൂടെ പറഞ്ഞു കൊടുത്താൽ ദിൽ ബി ഓക്കെ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇവർക്കൊരു ഇത് യൂറിൻ വന്നിട്ട് ഇൻഫെക്ഷൻ വരുത്താതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ഇത് കൂടെ നമ്മൾ കൊടുക്കും, ജ്യൂസിൽ കലക്കി കുടിക്കാൻ പറ്റുന്ന ഒരു സംഭവമൊക്കെ. സോ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ, യൂറിനെ നല്ല ഇതായിട്ട് വെച്ചേക്കാനായിട്ട്, ഇൻഫെക്ഷനിൽ നിന്ന് മാറ്റി നിർത്താൻ. സോ ദറ്റ് ഈസ് എ പ്രോസസ്സ്. ഈ ഫസ്റ്റ് ആ പ്രൈമറി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാന്നുള്ള സാധനമാണ്. കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് യൂട്രസ് ഇൻഫെക്ഷൻ വിച്ച് ഇസ് ഷിഫ്റ്റഡ് ആസ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. പക്കാവായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സമയം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കണം, അത്രേ ഉള്ളൂ. സോ ഇഫ് ഷീ കംസ് ഐ ക്യാൻ ഹെൽപ്പ് ഹർ ഔട്ട്. സോ വിൽ ഗെറ്റ് യുവർ ഫ്രണ്ട് ബാക്ക്. ഓക്കെ രമ്യ, മറ്റു സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ഒന്നും. ഞാൻ അവിടെ ഉണ്ട്. നമ്മള് പറഞ്ഞു തുടങ്ങിയത് സേവ് യൂട്രസ്. എന്തുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? പൊസിഷണൽ വൈസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്? എടുത്ത് കളയാം എന്നൊക്കെ ഇവിടെ പറയും. എടുത്ത് അങ്ങനെ കളയുമ്പോൾ ഉള്ള ബാക്കി പ്രോബ്ലംസ് ആരും പറയുന്നില്ല. സോ ഈസി ആയിട്ട് ആളുകൾ പെട്ടെന്ന് മെന്റലി ആ ഒരു ഇതിപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഒരു മെന്റലി ആ ഒരു ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യാണ്. മോസ്റ്റ് ഓഫ് ദ ബിഗർ ഹോസ്പിറ്റൽസ് ഇഫ് യു സി പോയ ഉടനെ 1 weekനകത്ത് ഇത് മാറ്റിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി വെൻ സംബഡി സേസ് ആളുകൾ വിചാരിക്കും ഇപ്പോൾ 1 weekനകത്ത് ഇത് മാറ്റിയില്ലെങ്കിൽ എന്തോ പ്രശ്നമാണ്. മനസ്സിലായി? നമ്മളിപ്പോൾ അപ്പൻഡിക്സ് ഇത് പൊട്ടുന്ന പോലെ ഇരിക്കുകയാണ്, ഉടനെ മാറ്റിയേ പറ്റുന്ന വെച്ചാൽ നാച്ചുറലി വിൽ ഡു ഓക്കെ, എന്ത് വേണമെങ്കിലും എടുത്ത് മാറ്റിക്കോളൂ, പൊട്ടാതിരുന്നു. സോ ദ സെയിം തിങ് ആ 1 week കഴിഞ്ഞാൽ ആ മെന്റൽ സ്റ്റേറ്റസ്, ഇത് എടുത്തു മാറ്റിയാൽ എനിക്ക് ശരിയാവൂന്ന് ഇവർ മനസ്സിനകത്ത് എല്ലാ ഓൾമോസ്റ്റ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പാതി സ്ത്രീകളുടെ മനസ്സിനകത്ത്, അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ സ്ത്രീകൾ ഞാൻ ഡീൽ ചെയ്യുന്ന അവരുടെ മനസ്സിനകത്ത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് എടുത്തു മാറ്റിയാൽ എല്ലാം ശരിയാവും. എന്നാൽ ആക്ച്വൽ പാർട്ട് പറയുന്നില്ല അവർ. ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് ഫേസ്. ഇത് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മുഴകൾ വെച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് ഇത്രയേ ഉള്ളൂ. ആദ്യമേ കണ്ടുപിടിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യണം. സെക്കൻഡ് തിങ്, അത് വളരാതെ നോക്കണം, ഇത്രയേ ഉള്ളൂ.
സെക്കൻഡ് തിങ്, ഈ മുഴ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ സംഭവമൊന്നുമില്ല. അത് കാരണം ഭയങ്കര ബ്ലീഡിങ് വരും. പല കാര്യങ്ങളും മുഴയുടെ തലയിൽ കെട്ടിവെക്കും. ആക്ച്വലി 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ മുഴയ്ക്കൊന്നും അത്ര ഹെവി ബ്ലീഡിങ്ങും വേദനയും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് ആ മസിൽസ് ഒരു പ്രൊജക്ഷൻ പോലെ ആയി വെച്ചാൽ ഡെലിവറി സമയത്ത് വലുതായിട്ട് താഴെ വരുമ്പോൾ ഒരു സ്മോൾ പ്രൊജക്ഷനാണ് ആക്ച്വലി ഇത്. അതിനെ മുഴയായിട്ട് വ്യാഖ്യാനിക്കാൻ ലൈക്ക് യു ക്യാൻ എക്സ്പ്ലെയിൻ മുഴ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പേടിപ്പെടുത്താന്നുള്ളതേ ഉള്ളൂ. ബട്ട് ആക്ച്വലി ഇറ്റ്സ് വലിയ യൂട്രസ് ചെറുതാവുമ്പം കുട്ടി പ്രസവിച്ച് കഴിയുമ്പോൾ ഇറ്റ്സ് എ അബ്നോർമൽ ഒരു ചെറിയ പ്രൊജക്ഷൻ, ദാറ്റ്സ് ഓൾ. ആക്ച്വലി മസ്കുലർ എല്ലാ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളും മിക്കവാറും 2 ഡെലിവറി കഴിഞ്ഞ സ്ത്രീയൊക്കെ ചോദിച്ചാൽ 1-2 സെന്റിമീറ്ററിന്റെ മുഴ കാണും. ഇത് ആരും അത്ര വലിയ കാര്യമായിട്ട് എടുക്കില്ല. അത് വളരാൻ തുടങ്ങും ചിലർക്ക്. എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോൺ അതായത് റെഗുലർ പീരിയഡ്സ് ഹെവി ആയിട്ട് വരികയും അല്ലെങ്കിൽ നമ്മൾ ഹോർമോൺ അങ്ങനത്തെ ഇംബാലൻസ് വരുത്തുന്ന ഫുഡുകൾ കഴിക്കുകയും. എല്ലാം മരുന്നുകൊണ്ടല്ല വരുന്നത്. ഞാൻ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് വരുമ്പോഴേ ഇവരോടെല്ലാം പറയും, ഫസ്റ്റ് ഫുഡിൽ വേണം വ്യത്യാസം, ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വേണം. ഫുഡിൽ ആണ് ആദ്യം ചെയ്യേണ്ടത്. എന്നാൽ ഉള്ളിൽ എന്ത് പോകുന്നു അതാണ് ന്യൂട്രീഷൻ കൊടുക്കുന്നത്. അതിപ്പോൾ ഏതൊക്കെ ബാലൻസ്, അതായത് സ്ത്രീകൾക്ക് ഈ ഹോർമോൺ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽസിനും ആണ്. പക്ഷെ സ്ത്രീകൾക്ക് ഈ പീരിയഡ്സിനൊന്നും ഈ ഗർഭപാത്രം എന്നൊന്നും ദൈവമായിട്ട് അനുഗ്രഹിച്ചു തന്നത് അതിങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുപോകാനും കൂടി അറിയണം. അത് ഈ ഇപ്പോൾ വീണ പറഞ്ഞ ഹെൽത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഷുഡ് ബി കോൾഡ് എസ് മെൻസ്ട്രൽ ഹെൽത്ത്. അത് ഹെൽത്ത് പ്രോബ്ലമായിട്ട് മാറാം. മെൻസ്ട്രൽ ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന, ആ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കണം ഫുഡ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇന്നത് മാറ്റുമ്പോൾ ന്യൂട്രീഷൻ എന്തൊക്കെ കൊടുക്കണം. സോ ദാറ്റ് നമുക്ക് സബ്സിഡി വൈസോ അങ്ങനെയൊക്കെ ലേഡീസിന് കൊടുക്കണം. എല്ലുകൾക്ക് വേണ്ടിയിട്ട് ഇതിനുള്ളത് അകത്തുള്ള അവയവങ്ങൾ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള ഹോർമോണിൻ്റെ ബാലൻസ്. സോ വി ഡോണ്ട് യൂസ് എനി ഹോർമോൺസ് ആസ് സച്ച്. അല്ലൽ ഹോർമോൺ നിങ്ങളുടെ ബോഡിയിൽ ഇരിക്കുന്നതാണ്. അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചാലേ ഈ മുഴ വളരാതിരിക്കും. ഡോക്ടർ, നമ്മളെ ഇപ്പം ഈ സാധാരണക്കാർക്ക് കുറച്ചുകൂടെ ഈസി, ഇപ്പം മെൻസ്ട്രൽ ഹെൽത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജനറലി ഉള്ള ഒരു ഹെൽത്ത് എപ്പോഴും ഒരു പരിധി വരെ നല്ല രീതിയിൽ കൊണ്ടുപോയിരിക്കും. അതായത് പ്രോപ്പർ പീരിയഡ്സ് ഒക്കെ വന്ന് പോകുന്നുണ്ടെങ്കിലും ഈ മുഴ എന്ന് പറഞ്ഞ സാധനം കാണും. അതൊരു സൈഡിൽ വളർന്നുകൊണ്ടിരിക്കും. അത് മെൻസ്ട്രൽ ഹെൽത്തിനെ ചിലപ്പോൾ അഫക്ട് ചെയ്യില്ല. അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ ഓവർ ബ്ലീഡിങ്ങും പെയിനും വരുന്നത് വേറൊരു അസുഖമാണ്. അത് ഈ ഓവറായിട്ട് ഹോർമോണൽ ഇത് വന്നിട്ട് അകത്ത് ഭയങ്കരമായിട്ട് ഒരു പാടയുണ്ട്, എൻഡോമെട്രിയം. അതാണ് പൊഴിഞ്ഞ് ഈ ഇങ്ങനെ മസിലായിട്ട് ആപ്പിൾ പോലെ ഇരിക്കുന്ന അവയവത്തിനകത്ത് അകത്തൊരു ലൈനിങ് പോലെ എൻഡോമെട്രിയം എന്നൊരു പാട വളർന്നു വരും. ഹോർമോൺ കൂടുകയും 14 ദിവസം കൂടും, 14 ദിവസം കുറയും. പല ഹോർമോൺസ് മാറി അങ്ങനെയാണ് ഒരു സ്ത്രീക്ക് പീരിയഡ്സ് വരുന്നത്, മെൻസസ് വരുന്നത്. സോ ദിസ് 14 days when that lining will increase because of hormone in the body different വേയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കും. സോ അടുത്ത 14 days ഈ നമ്മൾ നിലാവിൻ്റെ ലൈക്ക് മൂൺ വാട്ട് യു സേ ഫുള്ളായിട്ട് പിന്നെ അങ്ങനെ അത് ഇങ്ങനെ വന്ന് ഇറ്റ് ബിക്കംസ് അമാവാസി ലൈക്ക് ഒന്നും ഇല്ലാതാവില്ല. അതേപോലെ നല്ല ഗ്രോത്ത് ആയിട്ട് പിന്നെ അങ്ങനെ എല്ലാം പൊഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഒന്നും ഇല്ലാതാവുമ്പോഴാണ് പീരിയഡ്സ് ഫിനിഷ് ആവുന്നത്. അത് 5 ദിവസത്തിൽ നോർമൽ പീരിയഡ്സ് എന്താണ് 5 days മാക്സിമം. 2 days ഇച്ചിരി ബ്ലീഡിംഗ് ഉണ്ട്, ഇച്ചിരി എന്ന് വെച്ചാൽ 2 or 3 pads, അതിന് മുകളിൽ പോകാൻ പാടില്ല ഫസ്റ്റ് 2 days. 3, 4, 5 days യു ഷുഡ് യൂസ് ഓൺലി ലെസർ പാഡ്സ്. ദിസ് ഇസ് നോർമൽ ബ്ലീഡിംഗ് അളവ്. ആക്ച്വലി നമ്മൾ പറഞ്ഞ 50 ml പാടുള്ളൂ. അതിൽ കൂടുതലൊക്കെ വരുന്നുണ്ട് ലേഡീസിന്, ബട്ട് സ്റ്റിൽ അത്രേ പാടുള്ളൂ. ചില സ്ത്രീകൾക്ക് 5 days ഇല്ലാത്ത അതായാലും കുഴപ്പമില്ല. അതൊക്കെ ഹോർമോണൽ കുറച്ചൊരു കൺട്രോൾഡ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അതും ഇല്ല. പക്ഷെ അപ്പോഴും നോക്കണം ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടാണോ ബ്ലീഡിങ് ഓവർ. ചില സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, ബ്ലീഡിങ് 5 ദിവസവും നന്നായിട്ട് വന്നാലേ താൻ നന്നായിട്ടിരിക്കണുള്ളൂ, തൻ്റെ മെൻസ്ട്രൽ ഹെൽത്ത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദറ്റ്. അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തരുടെയും ഫാമിലി വൈസ്, നമ്മൾ അമ്മയുടെ ഫാമിലി വൈസ് നമുക്ക് ഇതിലെല്ലാം വ്യത്യാസം വരും. ചിലർക്ക് 3 ദിവസത്തിൽ നോർമലി ഇത് ചെയ്യും, ചിലർക്ക് 5 ദിവസവും കാണും, പക്ഷേ ഓവർ ആയിരിക്കില്ല. ചിലർക്ക് 2 ദിവസമേ കാണുള്ളൂ, പക്ഷെ കംപ്ലീറ്റ്ലി ബ്ലീഡ് ചെയ്ത് തീർക്കും. അപ്പോൾ അനീമിക് ആവും നാച്ചുറലി. അപ്പോൾ ബ്ലഡ് കാണില്ല വെളിയിൽ പോകാനായിട്ട്. സോ ദറ്റ് ഈസ് അനദർ പ്രോബ്ലം. അതും കൂടി ചെക്ക് ചെയ്യണം. അത് പറഞ്ഞ ഒരു ലേഡിയുടെ ഹെൽത്ത് എടുക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളും കൂടെ ഒക്കെ നോക്കണം. അപ്പോൾ നമ്മൾ ഒന്നുമേ ചെക്ക് ചെയ്യേണ്ട. പിന്നെ ചിലർക്ക് സ്കാൻ ചെയ്യാനേ പേടിയാണ്. ഒരു രീതിയിൽ കറക്റ്റാണ് സ്കാൻ ചെയ്ത് ഈ വെറുതെ ഉള്ള 2 പ്രൊജക്ഷൻ, അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈസി ടു ഡൈജസ്റ്റ് അല്ലേ. പക്ഷേ 2 മുഴകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് ആക്ച്വലി എ പ്രൊജക്ഷൻ, അൺവാണ്ടഡ് പ്രൊജക്ഷൻ ഓഫ് മസിൽസ്, അത്രേ ഉള്ളൂ. ഇറ്റ്സ് അൺവാണ്ടഡ് ഗ്രോത്ത് പ്രൊജക്ഷൻ, അത്രേ ഉള്ളൂ. സോ ഇതിനെ അത്ര സിമ്പിളായിട്ട് എടുക്കാവുന്ന സാധനങ്ങൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല. ഒരു ഇന്ത്യ ഒഴിച്ച് വേറെ ഒരു സ്റ്റേറ്റിൽ ഒരു കൺട്രിയിലും
ഈ എടുത്ത ഉടനെ യൂട്രസ് ഒക്കെ അത്ര പ്രഷ്യസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ് ബാക്കി എല്ലാ കൺട്രീസിലും. ബിക്കോസ് എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ ജനിപ്പിക്കണം എന്നൊക്കെയാണ് അവിടെ. ബിക്കോസ് പോപ്പുലേഷൻ ഇല്ല. നമ്മളിവിടെ ഈ യൂട്രസ് എന്ന് പറയുന്നത് ഒരു വേണ്ടാത്ത വസ്തുവായിട്ടാണ്. ബിക്കോസ് ഇഫ് യു ഹാവ് 1 child ഓർസോ, ഒരു 2 child, ഇപ്പോൾ 2 കുട്ടിയില്ല, ഒരു കുട്ടിയാലും ഓക്കെ, യു ക്യാൻ ടേക്ക് ഇറ്റ് ഓഫ് എന്നുള്ള, കുട്ടിയെ ഇല്ലാത്തവർക്ക് എടുക്കാമെന്ന് പറയുന്നുണ്ട് 40 കഴിഞ്ഞാൽ. സോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ബാലൻസ് പോകുമ്പോൾ ബ്ലാഡർ താഴെ വരും. ചെയ്ത് കഴിഞ്ഞാൽ വൈ സേവ് യൂട്രസ്? ബിക്കോസ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഫസ്റ്റ് ഹോർമോണിന്റെ ഇംബാലൻസ്. ഈ ഓവറി എല്ലാം കൂടെ എൻ്റെ ഇവിടെ പോകുമ്പോൾ അതിൻ്റെ ഓവറി ഇരുത്തിയാലും അവിടെ നിർത്തിയാലും എന്ത് ചെയ്താലും ഓവറിയിലോട്ട് പോകുന്ന ബ്ലഡ് സപ്ലൈ ഒക്കെ കുറയും, ഇതിനെ കട്ട് ചെയ്ത് നമ്മൾ വെളിയിലെടുക്കുമ്പോൾ. സോ അതൊരു കാര്യം. ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസ്. രണ്ടാമത്തെ കാര്യം, അത് കഴിയുമ്പോൾ ഉള്ള ഹോർമോൺ എല്ലാം കംപ്ലീറ്റ്ലി ഇംബാലൻസ്ഡ് ആവും. സോ ഒരു ലേഡിക്ക് വേണ്ട ഹോർമോൺസ് എല്ലാം സ്റ്റോപ്പ് ആവാൻ തുടങ്ങും. നാച്ചുറലി അവർ ചെറുപ്പത്തിലേ വന്നിട്ട് സ്കിന്ന്, ഹെയർ ഇതെല്ലാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗൈനക്കോസ്മെറ്റോളജിയും കൂടെ ചെയ്യുന്നത്. വെച്ചാൽ ഇവിടെ എടുത്ത് എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ആ ലേഡിയുടെ ബോൺ ഹെൽത്തിനെ പറ്റിയോ ഇതെയോ ഒന്നിനും ആലോചിക്കുന്നില്ല. അതിനുശേഷം ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് ആരും പറഞ്ഞു കൊടുക്കാറില്ല. അങ്ങനത്തെ ഒരു കൗൺസിലിംഗ് എഫക്റ്റ് ഇല്ല. ദാറ്റ് ഈസ് ഇപ്പൊ യൂട്രസ് മാറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തൊക്കെ വരാം? യൂട്രസ് ഓവറി മാറ്റുമ്പോൾ ഹോർമോൺ ആദ്യം ഇല്ലാണ്ടാവും. അപ്പൊ ആദ്യം വരാൻ പോണത് ഭയങ്കര ചൂട്, AC ഇരുന്നാലും എന്ത് ഫാൻ ഇട്ടാലും ഭയങ്കര ചൂട്, ഹോട്ട് ഫ്ലഷസ് എന്ന് പറയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വിൽ ബി ബോൺസ് എല്ലാം അതുവരെ സ്ത്രീ ഹോർമോണുകളിലാണ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് പതുക്കെ ഇല്ലാണ്ടാവുമ്പോൾ ഈ ചെറുപ്പ സ്റ്റേജിലെ ഈ ബോൺസ് എല്ലാം വന്നിട്ട് തേയ്മാനാവാൻ തുടങ്ങും, വിച്ച് ഇസ് കോൾഡ് ഓസ്റ്റിയോപൊറോസിസ്. ബോൺസ് എല്ലാം ഇങ്ങനെ ഡിസ്ട്രോയ് ആവാൻ തുടങ്ങും, അതിൻ്റെ തിക്നെസ് കുറഞ്ഞുകൊണ്ടേ വരും. സോ ഇത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാലും എക്സ്റേയിൽ നോക്കിയാൽ പോലും യു ക്യാൻ സി സ്മോൾ ഹോൾസ് പോലെ. ദാറ്റ് ഈസ് ഒരു ബ്ലാക്ക് ഇത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടത്തേക്ക് ബോണിന്റെ ഡെൻസിറ്റി, അത് ബോണിന്റെ ഹെൽത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് പൊട്ടും. അതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നോക്കിയാൽ ഒരു 40 കഴിഞ്ഞ എല്ലാ ലേഡിയും ആദ്യം യൂട്രസ് എടുത്ത് മാറ്റും. അത് കഴിഞ്ഞ് 4 വർഷത്തിനകത്ത് നോക്കിയാൽ ഓർത്തോക്കാർക്ക് നല്ല ഗുണമാണ് അത്. കാരണം ബിക്കോസ് മുട്ടുമാറ്റൽ ചികിത്സ, ബിക്കോസ് നീ റീപ്ലേസ്മെന്റ്, നടക്കാൻ വയ്യ, ബിക്കോസ് എല്ലാം തേയ്മാനമായി, അതിന്റെ നടുക്കുള്ള കുഷനിങ് ഇഫക്റ്റ് പോയി, ആൻഡ് വെയിറ്റ് കൂടുക. ഇതെല്ലാം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വരും. ഹോർമോൺ മാറുമ്പോൾ സ്ത്രീ ഹോർമോൺ പോകുമ്പോൾ കുറച്ച് പുരുഷ ഹോർമോൺ ബോഡിയിൽ വരും. അപ്പൊ നാച്ചുറലി വെയിറ്റ് കൂടും. എന്ത് ചെറിയ ഭക്ഷണം കഴിച്ചാലും നല്ല വെയിറ്റ് വയ്ക്കും. അപ്പൊ ഇതെല്ലാം ഈ യൂട്രസ് പോണത് കൊണ്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. ഈ വെയിറ്റ് കൂടുക, ഭയങ്കര ചൂടുണ്ടാവുക, പിന്നെ ഏറ്റവും പ്രശ്നം വരുന്ന മൂഡ് സ്വിങ്സ്, ഭയങ്കര ദേഷ്യം വരിക, ഭയങ്കരമായിട്ട് എനിക്ക് വന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുക, മൂഡ് സ്വിങ്സ് വരിക, ഡിപ്രഷനിലേക്ക് പോവുക. സോ ഒന്നാമത്തത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ആദ്യം അവർ വിചാരിക്കും ഇത് ചെയ്തതോടെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ലേഡിയും ചെയ്യുന്നുണ്ട്. ബട്ട് ആക്ച്വലി രക്ഷപ്പെടാൻ പോയി കുഴിയിൽ വീഴുക ചെയ്യുന്നത്. അത് ആരും പറഞ്ഞു കൊടുക്കാറില്ല. സോ വീൽ ഹാവ് ടു ടെൽ ദം വാട്ട് ഓൾ യു വിൽ ഫേസ് ത്രൂ. ഹോട്ട് ഫ്ലാഷസ് വരാം. ഇനി ഓവറി വെച്ചാലും വെച്ചില്ലെങ്കിൽ യുവർ ഹോർമോൺ ലെവൽ വിൽ ബി റെഡ്യൂസ്. എന്നുവെച്ചാൽ യൂട്രസ് എടുത്ത് മാറ്റേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ട്രീറ്റ്മെന്റ് നൗ. പണ്ട് അത് മാറ്റണം ഇത് മാറ്റണം. ഇപ്പൊ അധികം അപ്പൻഡിസെക്ടമി ചെയ്യേണ്ടത് വേണമെങ്കിൽ പിടിച്ച് ചെയ്യാന്നുള്ളതല്ലാതെ ഇപ്പൊ ടോൺസിലൈറ്റിസ് ഇല്ല. എന്തുകൊണ്ട്? നല്ല ആന്റിബയോട്ടിക്സ് വന്നപ്പോൾ ടോൺസിൽസ് ചെയ്യേണ്ട. പണ്ട് എല്ലാ കുട്ടികളും ടോൺസിൽസ്. സോ ഒന്ന് പരിവർത്തനം എന്ന് പറയില്ലേ, വൺ ഷുഡ് ചേഞ്ച് ഇൻ ടു അതർ. സോ ഒരു ഫേസ് ഓഫ് ദി മെഡിക്കൽ ഫീൽഡ് ആയിരുന്നു എല്ലാത്തിനും ഓപ്പറേഷൻ, ബിക്കോസ് വി ഡിഡ്ന്റ് ഹാവ് എനി അതർ ക്യൂർ. ദെൻ കെയിം റിസർച്ച് വർക്ക്സ് ഓൾ ഓവർ ദ വേൾഡ്. അലോപ്പതിയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ വേൾഡ് മുഴുവനും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ റിസർച്ചസ് നടക്കണം. അതുകൊണ്ട് മറ്റേ ഫീൽഡൊക്കെ അവിടെ നിൽക്കുന്നതും ഇത് വന്നിട്ട് മോഡേൺ മെഡിസിനായി മാറുന്നു. ബിക്കോസ് എവ്രിവെയർ യു ഗോ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുക, എല്ലാ കോളേജസിലും നടക്കുന്നുണ്ട്. ഈവൻ ഇൻ ഇന്ത്യ നമ്മൾ അതിനെല്ലാം ശ്രദ്ധിക്കണം. ബിക്കോസ് ഇവിടെ ഇപ്പോൾ ഗൈനക്ക് എന്ന് പറയുമ്പോൾ അവർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രസവം ഓപ്പറേഷൻ അതിന് മുകളിൽ വി ഷുഡ് അതിന്റെ ഫീൽഡ് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യു ആർ ഹാപ്പി ഇൻ യുവർ കംഫർട്ട് സോൺ. എന്താണ് ഓപ്പറേഷൻ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത് യു ആർ ഗെറ്റിംഗ് മണി, ബസ് അതോടെ തീർന്നു. സോ ആ കംഫർട്ട് സോൺ വിട്ട് ഐ തിങ്ക് ലേഡീസ്, ഗൈനക്കോളജിസ്റ്റ്, മെൻ whoever they have to come out of the comfort zone. വന്നിട്ട് you will have to see ഈ ഓപ്പറേഷൻ ഇല്ലാതെ ഉള്ള ട്രീറ്റ്മെന്റ് ഇസ് അഡ്വാൻസ് ഗൈനക്കോളജി. അതിൽ വരുമ്പോൾ നമ്മൾ പുതിയ ഒരു 10-15 വർഷം കൊണ്ടാണ് ഈ ഫീൽഡ് ഡെവലപ്പ് ആയത്. എന്ന് വെച്ചാൽ യൂട്രസിന്റെ പ്രോബ്ലംസ്, 2 പ്രോബ്ലംസ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. മുഴ, അത് ക്യാൻസറായി മാറില്ല. സോ അത് പതുക്കെ കുറച്ചെടുക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, നമുക്ക് വാട്സാപ്പിൽ വന്നതാണ്. ഡോക്ടർ, ഫൈബ്രോയിഡ് കാരണം യൂട്രസ് എടുത്തു കളയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ
ഒന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിയ ഫ്രം പാമ്പാടി. ഫൈബ്രോയിഡ് കാരണം എടുത്ത് മാറ്റേണ്ട കാര്യമില്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഡ്വാൻസ് ഗൈനക്കോളജി എന്നുള്ള ഫീൽഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഫീൽഡ്. അതില് മരുന്നുണ്ട്, എങ്ങനെ ടോൺസിൽസ് ഇപ്പൊ കുട്ടികൾക്ക് മാറ്റണ്ട, മരുന്നുണ്ട്, ശരിയാക്കാം എന്ന് നമ്മൾ കണ്ടുപിടിച്ചോ. അതുപോലെ ഇതൊരു പുതിയ 15 വർഷമായിട്ടുള്ള പുതിയ മാറ്റമാണ്. ദാറ്റ് ഈസ് ചേഞ്ചിങ് ഫ്രം ഓപ്പറേഷൻ ടു നോ ഓപ്പറേഷൻ. അത്രേ ഉള്ളൂ. ഇതിന് ഈ മുഴ മാജിക്കലായിട്ട് നടക്കണം എന്നൊക്കെ നമ്മൾ ആളുകൾ ആലോചിക്കും. എന്ന് വെച്ചാൽ വന്ന ഉടനെ മാജിക്കലായിട്ട് ആ മുഴ ഇങ്ങനെ ഷൂ മന്തർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ അതാണ് ദ എക്സ്ട്രീംസ് ഓഫ് കേരളൈറ്റ്സ് ഓർ വാട്ട് എവർ അവർ ഇന്ത്യൻസ് ലൈക്ക് ഈ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കൊണ്ട് ശരിയാക്കെന്ന് പറഞ്ഞാൽ 2ാം മാസം തൊട്ട് ശരിയായോ അങ്ങനെ ശരിയാവില്ല. 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 10 months ടു റെഡ്യൂസ് ഇറ്റ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണം, ഹോർമോൺ ഇത് ചെയ്ത് അതിന്റെ വളർച്ച വരുത്താതിരിക്കാൻ നോക്കുന്നത്, ഫൈബ്രോയിഡിന്റെ എന്ന് വെച്ചാൽ മുഴയുടെ. എന്നിട്ട് വളർച്ച നിർത്തണം ആദ്യം, എന്നിട്ടേ കുറയ്ക്കാൻ പറ്റുള്ളൂ. കുറയ്ക്കണം പറഞ്ഞാൽ 0 ലെവലിലാവില്ല. എല്ലാ സ്ത്രീക്കും ഒരു 2 to 3 സെന്റിമീറ്റർ പ്രൊജക്ഷൻ ഉണ്ടാവും. ദാറ്റ് വിൽ നോട്ട് ഒരു രീതിയിലും നമ്മുടെ ബോഡിയെ ഹാം ചെയ്യുന്നില്ല. പക്ഷെ ഹാം ചെയ്യുന്ന വേറൊരു കണ്ടീഷൻ, അതും ഈ മുഴയുടെ തലേ കെട്ടിവെക്കും. ഓവർ ബ്ലീഡിങ്, ഓവർ നടുവേദനയും വയറുവേദനയും വരുന്നു. പീരിയഡ് ടൈമിൽ സിവിയർ പെയിൻ ആൻഡ് സിവിയർ ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി എ ഡിഫറെന്റ് ഡിസീസ്. അത് ഹോർമോൺ, ഈ മുഴ കൊണ്ടൊന്നും അല്ലത്, ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരുന്ന അഡിനോമയോസിസ് എന്ന് പറഞ്ഞു. അതായത് നമ്മളൊരു പാട വളരും എന്ന് പറഞ്ഞാൽ അത് ഓവറായിട്ട് വളർന്ന് യൂട്രസിന്റെ അകത്ത് തന്നെ ക്ലോട്ട് വീഴാൻ തുടങ്ങും. പീരിയഡ് ടൈമിൽ ഒരു ഡ്രോപ്പ് വെളിയിൽ വന്നാൽ 4 ഡ്രോപ്പ് അകത്ത് ക്ലോട്ടായിട്ട് കെട്ടാൻ തുടങ്ങും. അങ്ങനെ ഒരു 4 വർഷം 5 വർഷം ആകുമ്പോൾ ആ ക്ലോട്ട്സ് ഇങ്ങനെ തിക്കായിട്ട് കല്ല് പോലെ ആവാൻ തുടങ്ങും. സോ യൂട്രസ് സൈസ് വെക്കാൻ തുടങ്ങും. അവർക്ക് പക്ഷേ അതിനൊക്കെ പെട്ടെന്ന് പോയി ആളുകൾ ഓപ്പറേറ്റ് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ അതിന് മരുന്നും കൊടുക്കില്ല. ആക്ച്വലി നല്ല ട്രീറ്റ്മെന്റ് ഉള്ളത് അതിനാണ്. ഈ അഡിനോമയോസിസ്. ഒരു സംശയം ചോദിക്കുന്നത്, ഈ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില കുട്ടികൾ പീരീഡ് സമയത്ത് തന്നെ തലകറങ്ങി വീഴുക, പെയിൻ കാരണം. ഇതിന്റെ ഫസ്റ്റ് ഫേസ് ടീനേജിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു വരും. ഓവറിയിൽ ചെറിയ ചെറിയ ബ്ലഡ് ഉള്ള സിസ്റ്റുകളായിട്ട് തുടങ്ങും. സിവിയർ പെയിന് അങ്ങനെ വരും. പക്ഷെ അമ്മയച്ഛൻ്റെ കൂടെ 16-17 വയസ്സായി +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഒന്ന് കൊണ്ടുപോയി വയറ് വഴി സ്കാൻ ചെയ്താൽ മതി. ഇറ്റ്സ് എ 10 minutes അഫെയർ. അപ്പോൾ ദേ വിൽ നോട്ട് ഡു ഇറ്റ്. എന്തോ ഇതൊരു മഹാസംഭവമാണ്. ആക്ച്വലി അപ്പോഴേ അറിഞ്ഞാൽ ഈ എൻഡോമെട്രിയോസിസ് പിന്നെ ഭാവിയിൽ വയസ്സാവുമ്പം വയസ്സാവുമ്പോൾ അല്ല, മിഡിൽ ഏജിൽ വരുമ്പോൾ അതേ ക്ലോട്ട്സ് യൂട്രസിനകത്തും കെട്ടാൻ തുടങ്ങും. സിമ്പിൾ. ആ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അകത്ത് തന്നെ വീഴുന്ന ഒരു അവസ്ഥയാണ്. ഓവറിയിലൊരു കുമിള പോലെ സിസ്റ്റായിട്ട് ബലൂണിനകത്ത് ബ്ലഡ് വീഴുന്നതും, അതേപോലെ യൂട്രസിനകത്ത് ആ ബ്ലഡ് ക്ലോട്ടായി അകത്ത് അതിൻ്റെ മസിൽസിനകത്ത് ട്രാപ്പായി കിടക്കും. ഈ സിസ്റ്റം ചെറുപ്പത്തിലാണെങ്കിൽ ഇത് എൻഡോമെട്രിയോസിസ് എന്ന് പറയും. കുറച്ചും കൂടെ പ്രായമായിട്ട് വരുമ്പോൾ അത് യൂട്രസിനെയും കൂടെ ബാധിക്കാൻ തുടങ്ങും. അഡിനോമയോസിസ്. അവർക്കാണ് ഈ പീരിയഡ് ബ്ലീഡിംഗ് നിൽക്കുകയില്ല. പിന്നീട് അത് ഓവറിയിലൊക്കെ വരുമ്പം എൻഡോമെട്രിയോസിസ് എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസമായിരിക്കും. വെച്ചാൽ ഫസ്റ്റ് ഓവറി എഫക്ട് ചെയ്യും. ഓവറിയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അതൊരു സിസ്റ്റ് പോലെ. അപ്പൊ ഓവറിയിൽ നിന്ന് എഗ്സ് വെളിയിൽ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള കുട്ടികളെ നേരത്തെ ഈ വേദനയും പെയിനും ഉള്ള കുട്ടികൾക്ക് നേരത്തെ ട്രീറ്റ്മെന്റ്. എല്ലാവരുടെയും വിചാരിച്ച ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ അപ്പോൾ ഹോർമോൺ പിടിച്ച് കൊടുക്കാൻ പോവാണ്. നോ, വാട്ട് വി ഡു ഈസ് വി കൺട്രോൾ ദി ഹോർമോൺ. ഓൾറെഡി ഹോർമോൺ ഓവർ ആൻഡ് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഏതർ ഓവർ ഓർ ഡൗൺ, 2 എക്സ്ട്രീമാണ് ബോഡിക്കകത്ത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫുഡിന്റെ കാരണമായിരിക്കാം മെയിൻലി. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ആക്ച്വൽ ട്രീറ്റ്മെന്റ്. ഈവൻ ഈ ഫൈബ്രോയിഡിനെ കുറയ്ക്കാനാണെങ്കിലും പിന്നെ ഈ അഡിനോമയോസിസ്, അതായത് ഭയങ്കര ബ്ലീഡിങ്ങും പെയിനും വരുന്ന അസുഖമാണെങ്കിലും വാട്ട് വി ഡു ഈസ് വി കൺട്രോൾ ദ ഹോർമോൺസ്, എന്നിട്ട് സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ദെൻ കുറയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ്. ഫൈബ്രോയിഡ് കുറച്ചും കൂടെ സമയം എടുക്കും. അത് ആ സൈസ് കുറഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും. ബട്ട് മറ്റത് ഇത്തിരി കൂടി ഈസിയാണ്. ഈ ഓവർ ബ്ലീഡിങ് ആൻഡ് പെയിൻ വരുന്ന അഡിനോമയോസിസ്, അകത്ത് ബ്ലഡ് ക്ലോട്ട് വീഴുന്നതാണെങ്കിൽ ഇറ്റ്സ് എ ബിറ്റ് മോർ ഈസി ടു ട്രീറ്റ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ഹോർമോണിനെ ബാലൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി ആ ഒരു പീരിയഡ്സിൻ്റെ ഓവറായിട്ട് വരുന്ന ആ ഒരു പ്രോബ്ലം അതെല്ലാം ഇത് ചെയ്യും. എന്നുവെച്ചാൽ അകത്തുള്ള ആ വേണ്ടാത്ത ക്ലോട്ട്സിനെ നമുക്ക് അലിയിച്ച് കളയാൻ കുറച്ചും കൂടെ ഈസിയാണ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കാരണം വെച്ചാൽ 1-2 മാസം ആകുമ്പോൾ തന്നെ അവരുടെ പെയിൻ കുറഞ്ഞു, അവരുടെ ബ്ലീഡിങ് നോർമൽ ബ്ലീഡിങ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ആക്ച്വലി ആ ബ്ലീഡിങ്ങിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. എന്നാലേ നമുക്ക് ആ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും, ആ ക്ലോട്ട്സിനെ ഒന്ന് അലിയിച്ച് കളയാൻ പറ്റും. അപ്പോൾ അതിന് അലിയിച്ച് കളയാൻ ഇഞ്ചക്ഷൻ ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു 1-2 ഒരു ടാബ്ലറ്റ് ഫോർ ഫൈബ്രോയിഡ്, 1 ഫോർ ദിസ് അഡിനോമയോസിസ്. 2 ഒരുമിച്ചുള്ളവരുണ്ട്.
ബസ് പിന്നെ ഇതിൻ്റെ ഇൻഫെക്ഷൻ കാണും, പിന്നെ ന്യൂട്രീഷൻ കൊടുക്കും. ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. മെയിനായിട്ട് പറയണത് ഫുഡിൽ നമ്മൾ ചെയ്യേണ്ട മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും. ദാറ്റ്സ് എ ബെസ്റ്റ് കൗൺസിലിംഗ് യു ക്യാൻ ഗിവ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ എന്തുകൊണ്ട് ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടുതൽ കാണുന്നു, എന്തുകൊണ്ട് ഇത്രയും യൂട്രസ് എടുത്ത് മാറ്റുന്നു? ആക്ച്വലി മാറ്റേണ്ട ആവശ്യമില്ല, ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ബട്ട് ആളുകൾ എന്തുകൊണ്ട് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നു? ബിക്കോസ് ഓഫ് ദ ഫുഡ്, ഫാറ്റി ഫുഡ്. നമ്മുടെ ഫുഡ് കൾച്ചർ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞൊരു 15 years it has changed a lot. ഇപ്പോൾ നോക്കിയാൽ എല്ലാ ടീനേജേഴ്സും നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട്. ചോദിച്ചാൽ ബോഡി ഷേമിങ്, അത് ഇറ്റ്സ് നോട്ട് ബോഡി ഷേമിങ്, ഇറ്റ്സ് ഹെൽത്ത്. സോ യു ഹാവ് ടു ബി ബോഡി മാസ്, എത്ര ഹൈറ്റും അതിനൊത്ത വെയിറ്റ് മതി. അല്ലെങ്കിൽ നമ്മൾ തന്നെ ട്രൈ ചെയ്ത് യു ഹാവ് ടു, നമ്മൾ എവിടെയാണ് കൂടുതൽ ഫാറ്റ് കഴിക്കുന്നത്. പക്ഷേ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പീരിയഡ്സ് ശരിയാവില്ല. നാച്ചുറലി പണ്ടത്തെ ആളുകൾ പറയണ കേട്ടിട്ടുണ്ടാവും, ലൈക്ക് നല്ല വണ്ണം ഉണ്ടെങ്കിൽ കുട്ടി ജനിക്കാൻ പ്രയാസമാവും പറയും. സെയിം ഈ ഹോർമോൺ ഇംബാലൻസ് PCOD ആണത്. ദേ വർ മെൻഷനിങ് അബൌട്ട് PCOD. എന്നുവെച്ചാൽ വണ്ണം വെച്ചു, സോ നാച്ചുറലി ഹോർമോണിൽ ബാലൻസ് ഇല്ലാതെ വന്നു, സ്ത്രീ ഹോർമോൺ കുറഞ്ഞു, പുരുഷ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആളുകൾ വിചാരം ഇപ്പോൾ ഡോക്ടർ എടുത്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഹോർമോൺ കൊടുക്കും, ഉടനെ ക്യാൻസർ വരും. ഇങ്ങനത്തെ വേണ്ടാത്ത വിവരമില്ലാത്ത വിദ്യാധാരണകൾ ഇവിടെ ഉണ്ട്. ഐ ഡോണ്ട് നോ വൈ ഡു ദേ ഹാവ് ദിസ് ഹാഫ് ബേക്ക്ഡ് നോളജ്. ഫുള്ളായിട്ട് ഒന്നും അറിഞ്ഞൂടാ, എന്നാൽ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കാം. നോ ഡോക്ടർ, ഞാൻ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കൂടെ വന്നോട്ടെ. ഡോക്ടർ, എൻ്റെ പേര് അനിത, 46 വയസ്സാണ്, തിരുവനന്തപുരം. ഇടയ്ക്കിടെ അടിവയർ വേദന വരുന്നുണ്ട്, അത് എന്തുകൊണ്ടാകാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് അടിവയർ വേദന എത്ര വയസ്സാണ്? 46. അപ്പം നമുക്ക് ഒന്ന് നോക്കണം, ഈ അഡിനോമയോസിസിൻ്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് ആണോ എന്ന് നോക്കണം. എന്നുവെച്ചാൽ അതായത് ഗൈനക് വൈസ് നോക്കുകയാണെങ്കിൽ അതൊന്നും നോക്കണം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്രസ് കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു വേദന. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പിന്നെ ഇതിൽ നിന്ന് അതിലോട്ട് കയറുന്നതാണ്. ആക്ച്വൽ ഫസ്റ്റ് സോഴ്സ് യൂട്രസിനകത്താണ് ഇൻഫെക്ഷൻ വരാൻ എളുപ്പം. ഡെലിവറി ഉള്ള ലേഡി ആയിരിക്കും, ഓപ്പറേഷൻസിന് ചിലപ്പോൾ അബോർഷൻസ് ചെയ്തിട്ടുണ്ടാവും, DNC ചെയ്തിട്ടുണ്ടാവും. സോ ഓൾ ക്യാൻ ബ്രിങ് ഇൻ ഇൻഫെക്ഷൻസ്. എന്ത് പ്രൊസീജിയറിൽ ഇതല്ല, നമ്മൾ ഹൈജീനിക് ഹെൽത്ത് കുറച്ച് മോശമാണെങ്കിൽ പോലും പെട്ടെന്ന് ഇൻഫെക്ഷൻ വജൈന നേരെ യൂട്രസിനകത്ത് കയറി, അങ്ങനെ യോനി ഭാഗത്ത് നിന്ന് നേരെ ഗർഭപാത്രത്തിൽ കയറും. സോ ദാറ്റ് ഇസ് ഇൻഫെക്ഷൻ. അവിടെ തുടങ്ങും, പക്ഷെ അത് അത്ര ഒന്നും ആരും കെയർ ചെയ്യില്ല. കാരണം വെച്ചാൽ ഒരു വൈറ്റ് ഡിസ്ചാർജ് വന്നു, അത്രേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നോബഡി വിൽ കെയർ മച്ച്. പക്ഷേ അത് പിന്നെ അടുത്തടുത്ത് 2 ഹോൾസ് ഇരിക്കണോണ്ട് എപ്പോഴും ഈ വെജനൽ ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. സോ വീണ്ടും വീണ്ടും അതപ്പോൾ എന്ത് ചെയ്യും, ഇവർ നേരെ പോയി യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, യൂറിനറി ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യും. സോ ബേസിക് കോസ് നമ്മൾ ഗൈനക്കിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ എവിടെയാണ് റൂട്ട് കോസ്, അത് ഇതിനകത്ത് പഴുപ്പ്. സോ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരത്തില്ല. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ് എന്നാണ്. ഡോക്ടർ ഒന്ന് സംസാരിക്കാം. ഹലോ ഹലോ ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? സുനിതയാണ്, കൊല്ലത്തുനിന്ന്. സുനിത ഫ്രം കൊല്ലം അല്ലേ? അതെ. കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത്. കേൾക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് യൂട്രസിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചാണ്. ഇങ്ങനെ യൂട്രസ് നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സ്വീറ്റി ഉണ്ട്, സംസാരിച്ചോളൂ. ഹായ്, ഫോൺ അല്പം കൂടി ചേർത്ത് പിടിച്ചൊന്ന് സംസാരിക്കാമോ? ഓക്കെ. ഹായ് സുനിത. ഡോക്ടർ, ഞാൻ 51 വയസ്സായ സ്ത്രീയാണ്. എനിക്ക് ഇപ്പോഴും പീരീഡ് 20 ദിവസം, 17 ദിവസം, 21 ദിവസം, 24 ദിവസം കൂടുമ്പോൾ ഓരോ മാസം ഇങ്ങനെ വരും. പക്ഷേ ഭയങ്കര തലവേദനയും വയറുവേദനയും മുട്ട് കാലെല്ലാം ഭയങ്കര വേദനയാണ് ഡോക്ടർ. സ്കാൻ എന്തെങ്കിലും ചെയ്ത് നോക്കിയോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒന്ന് വരാൻ പറ്റുമെങ്കിൽ ഇത് ട്രിവാൻഡ്രം പേട്ട അക്ഷരവിധി റോഡ് പുനർജനി ഹോസ്പിറ്റലാണ് എൻ്റെ ഹോസ്പിറ്റൽ. അല്ലെങ്കിൽ നമ്പർ തന്നതിൽ ഒന്ന് ആദ്യം വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തോളൂ. അല്ലെങ്കിൽ ഓൺലൈനിൽ ആദ്യം ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് എന്താണ് കാരണം എന്ന് നോക്കിയിട്ട് നമുക്ക് വന്നിട്ട് പീരിയഡ്സ് നിന്നില്ലല്ലോ ഇതുവരെ, അപ്പോൾ എന്തുകൊണ്ട് നിൽക്കാത്തത്, അതിൻ്റെ യൂട്രസിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും, അത് നമുക്ക് മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാം.
കേട്ടോ. യൂട്രസ് എടുത്ത് മാറ്റുമെന്ന് പേടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക. യൂട്രസ് എടുത്ത് മാറ്റേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് അതിൻ്റെ കാരണം പറഞ്ഞ് അത് ട്രീറ്റ് ചെയ്താൽ മതി. അതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേദന ഇങ്ങനെ തലവേദന വയറുവേദന ഒക്കെ വരുന്നുണ്ട്, അതെന്തുകൊണ്ടാണ്? അത് നോക്കാം. ഹെഡേക്ക് വന്നിട്ട് ചിലപ്പോൾ മൈഗ്രെയിനോ അങ്ങനെ ഡിഫറെൻറ്റ് കാര്യമായിരിക്കും. അടിവയറ് വേദന മിക്കവാറും ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ പഴുപ്പ് അകത്ത് കിടന്നാലും ഉണ്ടാവാം. സോ ലെറ്റ്സ് ഡു എ സ്കാൻ. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആളിനെ കൊണ്ട് സ്കാൻ ചെയ്യിപ്പിച്ച് നോക്കാം. നോക്കിയിട്ട് ദെൻ വി വിൽ. 3-4 ദിവസം നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. ഈ 3 ദിവസം ഞാൻ എപ്പോഴും കിടപ്പ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് മക്കളെ കാര്യങ്ങൾ നോക്കാനെന്ന്. അതെ 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 അതെ. അപ്പോൾ അത് ആ സ്റ്റേജിൽ നമ്മൾ എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ, അതിനെ ശരിയാക്കി എടുക്കണം. സോ വരിക, നമുക്ക് കാരണം കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഈസിയാണ്. ഓക്കെ, വന്നാൽ മതി. ഷുവർലി ഐ ഹെൽപ്പ് യു. പിന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള പേടിയേ വേണ്ട. ഞാൻ അഡ്വാൻസ്ഡ് ഗൈനക്കോളജിയാണ് ചെയ്യുന്നത്. നോ ഓപ്പറേഷൻ ആൻഡ് സേവ് യൂട്രസ് എടുത്ത് മാറ്റുന്ന പ്രശ്നമേ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യ അസുഖങ്ങൾ വരുന്നത് ഫൈബ്രോയിഡ്, അഡിനോമൈസിസ്, പിന്നെ പഴുപ്പ് അകത്തുള്ളത്, ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അത് ആര് പറഞ്ഞാലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ മതി. വന്നാൽ മതി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഞാനൊരു കുറച്ച് സമയമായിട്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. അയക്കുന്ന ആൾ ക്രിസ്റ്റീന ഫിലിപ്പ് എന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് മൈ മദർ ഹാസ് യൂട്രസ് ഡിസീസ്, പ്ലീസ് റീഡ് ദിസ് മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു 7 തവണ ഇത് അയച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അമ്മയ്ക്ക് യൂട്രസ് ഡിസീസ് ഉണ്ട്. ക്രിസ്റ്റീന, ഇഫ് യു ആർ ഓൺലൈൻ യു ക്യാൻ കം ഫോർ ദ കോൾ അല്ലേ? അതെ അതെ. എന്ത് യൂട്രസ് ഡിസീസ് ആണെങ്കിലും മദറിന്റെ ഏജ് ആദ്യം അറിയണം. അതെ. സെക്കൻഡ് തിങ്, ബേസിക് ആയിട്ട് എന്ത് ഡിസീസ് എന്ന് അറിയണം. അതെ. അപ്പോൾ നമുക്ക് എല്ലാം ക്യാൻസർ ആണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് അത് കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള ബ്ലഡ് ടെസ്റ്റും ഇതും കൊണ്ട് നിസ്സാരം വലിയ എമൗണ്ട് ഒന്നും ഇല്ലാത്ത ടെസ്റ്റിനകത്ത് തന്നെ വി ക്യാൻ ഡു ഓൾ ദ. സ്കാൻ വിൽ കോസ്റ്റ് ഓൺലി 1000 rupees. വയറ് വഴിയും ഉള്ളിൽ കൂടെയും ചെയ്യുന്ന സ്കാൻ ബേസിക്കലി അത്രേ ഉള്ളൂ. അതിന് മുകളിൽ ഇനി ആര് വാങ്ങിച്ചാലും ഐ ഡോണ്ട് നോ, ബട്ട് നല്ലൊരു സ്കാൻ ചെയ്യാൻ അത്രയും മതി. അത് ലേഡീസിൻ്റെ സ്കാൻ ആകുമ്പോൾ ഇൻറ്റീരിയർ ആൻഡ് ഓൾ ദ ടെസ്റ്റ് എല്ലാം കൂടെ അത്യാവശ്യ ടെസ്റ്റുകൾ നമുക്ക് മരുന്ന് കൊടുക്കാനായിട്ട്. ദറ്റ് ഈസ് വാട്ട് ഐ ഡു വിത്ത് ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് വൈസും ആളുകൾ ബോധേഡാണ് ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് കോസ്റ്റ് ആവുമോ. പക്ഷെ നമുക്ക് ഇന്ത്യൻ സിനാരിയോ, അതായത് സൗത്ത് ഇന്ത്യൻ സിനാരിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ കോസ്റ്റിന് ആക്ച്വലി മൈ തീസിസ് ഇറ്റ്സെൽഫ് വാസ് പോക്കറ്റ് ഫ്രണ്ട്ലി ട്രീറ്റ്മെന്റ് ഫോർ യൂട്രസ് ഡിസീസ്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വി ഷുഡ് ഓൾസോ see that കോസ്റ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, പോക്കറ്റ് ഫ്രണ്ട്ലി. സോ ഒത്തിരി പൈസ കളഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല. ഫസ്റ്റ് ഒരു 1-2 മാസം ചിലപ്പം, പിന്നെ ആ ഒരു ചെറിയ ഇത് വരും. അപ്പോൾ ആ ഒരു വലിയ എമൗണ്ട് ഇല്ല, എന്നാലും റെഗുലറായിട്ട് വരുന്ന ഒരു മന്ത്ലി 3000 to 4000 യു വിൽ ഹാവ് ടു സ്പെൻഡ് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ. ഈ മുഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഇത് വൈ ഐ സേ ദിസ് ഓപ്പൺലി ബിക്കോസ് ഐ വർക്ക് ഫോർ ദി വിമൻ. സോ ദേ ഷുഡ് ബി, അവരുടെ ഹസ്ബൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും പലരും. സോ ദേ ഷുഡ് ഓൾസോ ബി ഓക്കെ വിത്ത് ഇറ്റ്. ഇത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു അവയവം എടുത്തു മാറ്റി ഒരു സ്ത്രീ പിന്നെ ഒരു ക്വാളിറ്റി ഇല്ലാതെ ലൈഫ് ജീവിക്കാൻ പോവുക. അതിലെക്കാട്ടിലും ഭേദം അവർക്ക് ഒരു വർക്ക് ഉണ്ടെങ്കിൽ, കേരളത്തിലൊക്കെ പിന്നെയും ഭേദമാണ്, സ്ത്രീകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ധൈര്യമായിട്ട് വന്ന് ഡിസീസ് ട്രീറ്റ് ചെയ്യാം. ബാക്കി പലയിടത്തും സ്ത്രീകൾ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഹസ്ബൻഡിനെയും കൂടെ നമ്മൾ കൺവിൻസ് ചെയ്യണം ഇതൊരു നോർമൽ ഇതിൽ നമുക്ക് എമൗണ്ടിൽ നിൽക്കും. എമൗണ്ട് ഓൾസോ ബിക്കംസ് എ കോസ്റ്റ്. മറ്റേത് 5 ലക്ഷം രൂപ കൊണ്ട് ഒരുമിച്ച് അവർ ഓപ്പറേഷൻ അടയ്ക്കുമ്പോൾ ദേ ഡോണ്ട് ഫീൽ ബാഡ്. പക്ഷേ ആ ലേഡി ഈസ് ഗോയിങ് ടു ഫീൽ ബാഡ്. അവരുടെ ഹെൽത്ത് കംപ്ലീറ്റ് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ മുട്ടുവേദനയായി, അത് കഴിഞ്ഞാൽ താഴെ ബ്ലാഡർ ഇറങ്ങി വന്നു, ഇത് വന്നു, മൂഡ് സ്വിങ്സ് വന്നു, ഹോർമോണൽ ഇംബാലൻസ്, സ്കിൻ പോയി, ഹെയർ വീഴാൻ തുടങ്ങി. സോ ഒരു ലേഡിക്ക് ആലോചിച്ച് നോക്കൂ, യൂട്രസ് എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഓവറിയും, സോ ഹെഡ് ടു ടോ ഷീ ഈസ് ഗോയിങ് ടു ഗെറ്റ് പ്രോബ്ലംസ്. എന്ന് വെച്ചാൽ മുടി പൊഴിച്ചത് തൊട്ട് തുടങ്ങി നഖം പൊട്ടണത് വരെ, കാലിൻ്റെ നഖം വരെ ആലോചിച്ചുണ്ടാൽ മതി. സോ ഇത്രയും പ്രോബ്ലംസ് വരാൻ പോകുന്നത് ഒരാളും ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ പറയില്ല. ബിക്കോസ് ആ പെർട്ടിക്കുലർ ആളുകളുടെ ആവശ്യം എന്തായിരിക്കും, ഓപ്പറേഷൻ ചെയ്യൂ, ദെൻ യു ക്യാൻ ജസ്റ്റ് അതിനുശേഷം എന്ത് വന്നാലും ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടാം. അതിനുശേഷം ഉണ്ടാകുമ്പോൾ ഇതേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇവർ തിരിച്ചു പോകും. ഡോക്ടേഴ്സിൻ്റെ അടുത്തല്ലെങ്കിൽ അതേ ഹോസ്പിറ്റലിൽ തിരിച്ചു പോകും. നടുവേദന, കാലുവേദന, മുട്ടുവേദന, ബിക്കോസ് എല്ല് തേയ്മാനം തുടങ്ങും. ദറ്റ് ഈസ് ഓസ്റ്റിയോപോറോസിസ് വിൽ സ്റ്റാർട്ട്. എന്നുവെച്ചാൽ സ്ത്രീ ഹോർമോൺ ഉള്ളവരെ അതൊരു പ്രൊട്ടക്ഷനാണ്. അത് പോകുമ്പം നോർമലി വരേണ്ട കാൽഷ്യം, മഗ്നീഷ്യം, അതുപോലത്തെ കുറേ കാര്യങ്ങൾ, ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. സോ അത് ബോണിലേക്ക് പോകുന്നത് കറക്റ്റ് ആവില്ല. അപ്പോൾ നാച്ചുറലി നമ്മൾ വെളിയിൽ നിന്ന് ന്യൂട്രീഷൻ കൊടുക്കണം. അതിവിടെ ആരും കൊടുക്കാറില്ല. ഫസ്റ്റ് തിങ്, ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു മാന്യമായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് വാട്ട് എവർ യു ഹാവ് ടു ഡു ഈസ് ഹ്യൂമാനിറ്റി ഈസ് അതിന് എന്തെങ്കിലും
അങ്ങനെയില്ല. ഉടനെ ഇത് വരുമ്പോൾ പിന്നെ സൈക്കാട്രിക് ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഐ ഹാവ് ഡൺ ഷോർട്ട് കോഴ്സ് ഓൺ ന്യൂറോ സൈക്കാട്രി ഓൾസോ. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ദീസ് ലേഡീസ് വന്നിട്ട് അവർക്ക് വന്നിട്ട് ഒന്നാമത് യൂട്രസ് പോയതിൻ്റെ പേടി, പിന്നെ രണ്ടാമത് വന്നിട്ട് ഈ അവരറിയാതെ ഈ ഹോർമോൺ, സ്ത്രീ ഹോർമോൺ ഇല്ലാതായി വരുന്നുണ്ട്. അതും പെട്ടെന്നാണ് യൂട്രസ് എടുത്തു മാറ്റുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. 2 ആഴ്ചക്കകത്ത് അവരുടെ മൂഡ് സ്വിങ്സ് കാണാൻ പറ്റും. ഭയങ്കര ഡിപ്രഷനിലായിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും. എന്താ വെച്ചാൽ സ്ത്രീ ഹോർമോൺ പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പുരുഷ ഹോർമോൺ നമ്മൾ എല്ലാവരുടെ ബോഡിയിലും ഉണ്ട്, ലേഡീസിൻ്റെ. അതങ്ങനെ കുറച്ച് കൂടാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ മുടി പൊഴിച്ചിൽ, ഇങ്ങനെ മുൻവശത്ത് നിന്ന് ആണുങ്ങളെ പോലെ ബാൾഡ്നെസ് വരാൻ തുടങ്ങും. ഇതെല്ലാം ഹോർമോൺ ഡിഫക്റ്റ് കാരണം പറഞ്ഞാൽ. ഡിഫക്റ്റ് എന്താണ്? സ്ത്രീ ഹോർമോൺ കുറഞ്ഞ് പുരുഷ ഹോർമോണിലേക്ക് പതുക്കെ ആ ലേഡി മാറിക്കൊണ്ടിരിക്കും. വെച്ചാൽ സ്ത്രീ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് യൂട്രസ്, ഓവറി എല്ലാം പോയി കഴിഞ്ഞവർക്ക്. പിന്നെ ചിലരുടെയൊക്കെ വെച്ചാൽ ഓവറി വെച്ചാൽ എല്ലാം ആയി എന്നുള്ളതാണ്. നോട്ട് അറ്റ് ഓൾ. ഓവറി വെച്ചാലും ഈ ഓവറിയിലേക്ക് പോകുന്ന ബ്ലഡ് സപ്ലൈ നമ്മൾ അതും കൂടി പകുതി കട്ട് ചെയ്തിട്ടാണ് യൂട്രസ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ ഡോക്ടർ, ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ്. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? ഞാന് പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുവാണേ. ഓക്കെ. എനിക്ക് 41 വയസ്സായി. പീരീഡൊക്കെ ഇതായിട്ട് വരുമായിരുന്നു, നല്ല ഇതായിട്ട് വരുക, പെയിനായിട്ടൊന്നുമില്ല, നടുവിന് വേദനയൊന്നുമില്ല. പക്ഷെ ഈ ജൂൺ 6-ാം തീയതി എനിക്ക് പീരീഡ് വന്നു. കുഴപ്പമില്ലായിരുന്നു. 2-3 ദിവസത്തേക്കൊന്നും കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാ, ബ്ലഡ് പോവാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കാൻ ചെയ്തപ്പം മുഴയുണ്ടെന്ന് പറഞ്ഞു. എത്ര സൈസ് മുഴ? ആദ്യം ഞങ്ങളുടെ ഇവിടെ ഒരു അടുത്ത ഹോസ്പിറ്റലില് 7 സെന്റിമീറ്റർ, പിന്നെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം 2 സെന്റിമീറ്റർ വലിയ മുഴയുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഇപ്പോഴും ബ്ലീഡിങ് ഇങ്ങനെ തൊള്ളിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. അതിൻ്റെ ഇത് മുഴയുടെയും പിന്നെ ഹോർമോൺ പ്രശ്നം ഉണ്ടായിരിക്കും. അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതിന് ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 7 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ എത്ര വർഷങ്ങൾ കൊണ്ടുവന്ന് ഡോക്ടറെ 1.5 മാസമായിട്ട് ഇങ്ങനെ അല്ല, അതാ ഫസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യണമ്മ. സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ആ ബ്ലഡ് ഇങ്ങനെ പോണത് നമ്മുടെ ദേഹത്തിന് നല്ലതേ അല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ അനീമിക് ആയിക്കോ, അപ്പൊ തലച്ചോറിലേക്കൊക്കെ പോകുന്ന ബ്ലഡിന്റെ ഇത് ഇല്ലാണ്ടാവും. സോ ആദ്യം അത് സ്റ്റോപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് ടെസ്റ്റുകളൊക്കെ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് മുഴയുടെ എക്സാക്ട് സൈസ് ഇതൊക്കെ നല്ല സോണോളജിസ്റ്റിനെ കൊണ്ട് ചെയ്ത് അവർ ചെയ്യിച്ചു തരും സ്കാന്. അതെല്ലാം കൂടെ അതും പിന്നെ ബ്ലഡ് ടെസ്റ്റ്, അത്യാവശ്യം ടെസ്റ്റുകൾ, ഹോർമോൺ ഇതിപ്പോൾ ഇനി എത്ര ദിവസം ഉണ്ട് നിൽക്കാൻ, ഇനി എത്ര കാലമുണ്ട്, അതെല്ലാം കൂടെ അറിഞ്ഞിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഹോർമോണിനെ കൺട്രോൾ ചെയ്ത് ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ബ്ലഡ് കൂട്ടാൻ നോക്കണം. കുറവാണെങ്കിൽ അത് ഇഞ്ചെക്ഷൻസ് വഴി ചെറിയ ഡ്രിപ്പ് വഴിയൊക്കെ കൂട്ടുക, അത്രേ ഉള്ളൂ. അത് മതി. പിന്നെ ടാബ്ലറ്റ് അത്യാവശ്യമുള്ളത് ഇപ്പോൾ ഇതിൻ്റെ എന്താണ് മുഴയാണെങ്കിൽ അതിനെ കുറയ്ക്കാനുള്ളത് 1-2 ഇത് കാണും, ഒരു ഇഞ്ചെക്ഷൻ കാണും, ഇത്രയേ ഉള്ളൂ. ഇത് റെഗുലറായിട്ട് വന്ന് എടുക്കുക. പിന്നെ ന്യൂട്രീഷൻ തരും. കാലിന്, മുട്ടിന്, അകത്തുള്ള അവയവങ്ങൾക്കൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും മതി. ചിലപ്പോൾ നിങ്ങൾ നോർമലായിട്ട് മെനോപോസിലേക്ക് പോവേണ്ട ആളായിരിക്കും, ഈ ചെറിയ ഹോർമോൺ പ്രശ്നം കൊണ്ട് പോവാതിരിക്കുക. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ വേദന അത് അഡിനോമയോസിസ് എന്ന് പറഞ്ഞ അസുഖമായിരിക്കും. മുഴ അത്ര വലുതല്ല, പ്രശ്നം അത് ഞാൻ സ്കാനിൽ നോക്കിയിട്ട് പറയാം. ഒന്ന് വന്നാൽ മതി. ട്രിവാൻഡ്രത്ത് പേട്ട അക്ഷരവീതി റോഡിൽ പുനർജനി ഹോസ്പിറ്റൽ. ഓക്കെ, വന്നാൽ മതി. ഓക്കെ, ഷുവർ. ഓപ്പറേഷൻ ചെയ്യേണ്ട, ആര് പറഞ്ഞാലും ചെയ്യേണ്ട. ഇതിപ്പോൾ മെനോപോസിലേക്ക് പോകേണ്ട സമയമാണ്. കുറച്ചും കൂടെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. നോർമലായിട്ട് നമ്മൾ മെനോപോസിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഡോണ്ട് വറി അറ്റ് ഓൾ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നമ്മുടെ നേരത്തെ മെസ്സേജ് അയച്ച ക്രിസ്റ്റീന തന്നെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 56 വയസ്സാണ് അമ്മയ്ക്ക്, യൂട്രസ് സംബന്ധമായ അസുഖമാണ്, പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട മോസ്റ്റ്ലി അഡിനോമയോസിസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇതുപോലെ നിൽക്കാനുള്ളത് നിൽക്കാതെ ഷീ ഈസ് ഹാവിങ് പ്രോബ്ലം വിത്ത് ഇത്. അപ്പോൾ ഹോർമോണൽ പ്രോബ്ലം ആയിരിക്കും. ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട, ദയവായി വരിക. ട്രിവാൻഡ്രത്ത് പേട്ട പുനർജനി ഹോസ്പിറ്റൽ. നമ്മൾ നോ ഓപ്പറേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് യൂട്രസ് ആൻഡ് ഒവേരിയൻ ഡിസീസസിന് ചെയ്യുന്നത്. ഓവറി ഡിസീസ് ആണെങ്കിൽ പെട്ടെന്ന് വരണം. കാര്യം വെച്ചാൽ 6-7 സെൻറ്റിമീറ്റർ കൂടുതലുള്ള സിസ്റ്റ് ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും. സോ അതിന് ഒരു 1-2 സെൻറ്റിമീറ്ററിൽ കണ്ടുപിടിക്കുമ്പോഴേ ഇമ്മീഡിയറ്റ് ആയിട്ട് വരിക, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ഓൾ റൈറ്റ്. യൂട്രസ് ഡിസീസസിന് ഡെഫിനറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എല്ലാം ക്യാൻസർ എന്ന് പറഞ്ഞ് വിചാരിക്കരുത്. യൂട്രസിൽ അങ്ങനെ ക്യാൻസേഴ്സ് അധികം വരുന്നില്ല. യൂട്രസിൻ്റെ ഒരു എൻഡ് ഉണ്ട്, സെർവിക്സ്. അത് കുറേ 10-20 വർഷം അവിടെ ഇൻഫെക്ഷൻ ആയി കിടക്കുമ്പോൾ മാത്രമേ ഗർഭവായ മുഖം എന്ന് പറയുന്നത്, ദാറ്റ് സെർവിക്സിൽ കുറേ ഇൻഫെക്ഷൻസ് ആയിട്ട് 20 വർഷം 15 വർഷം
ട്രീറ്റ് ചെയ്യാതിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യൂട്രസിൽ വരുന്ന ഇൻഫെക്ഷനെയും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അതും വിട്ട് ഒരു 15 ദിവസം വിട്ട് ട്രീറ്റ് ചെയ്ത് പോകാം. സോ അത് ട്രീറ്റ് ചെയ്യണം. സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുള്ള ഉള്ളിൽ വയ്ക്കാനുള്ള ഗുളിക, ഓർക്ക് ക്രീംസ്, അല്ലെങ്കിൽ നമ്മൾ അപ്പോഴപ്പോഴായിട്ട് വിട്ട് സോ അത് പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് തടയും. പിന്നെ അങ്ങനെയുള്ള ക്യാൻസേഴ്സ് ഇന്ത്യയിലുള്ളൂ. കാര്യം വെച്ചാൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാതെ ഇരുന്ന് ആ എൻഡ് ഓഫ് ദ യൂട്രസിൽ, ആക്ച്വൽ യൂട്രസിൽ വരുന്നില്ല, അതിൻ്റെ അറ്റത്ത് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓർഗൻ സെർവിക്സ്, അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് കുട്ടി പുറത്തോട്ട് വരുന്നത്. ഗർഭവായ മുഖം തന്നെ ഗേറ്റ് ഓഫ് യൂട്രസ് ഉണ്ട്. സോ അതിൽ പഴുപ്പ് കെട്ടിയിട്ട് ലോങ് ടേമിൽ ഇറ്റ് ക്യാൻ ബിക്കം ക്യാൻസർ. സർവൈക്കൽ ക്യാൻസേഴ്സേ ഇന്ത്യയിലുള്ളൂ, യൂട്രൈൻ ക്യാൻസേഴ്സ് ഇല്ല. നമ്മുടെ നാട്ടിൽ കുറവാണ്. അതില്ലാന്ന് നമ്മൾ ആളുകളെ വി ഷുഡ് മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. ബോധവൽക്കരണം കൊടുക്കണം. ആളുകളുടെ വിചാരം എന്താ, മുഴ വന്നാൽ അത് ഉടനെ ക്യാൻസറാണ്. മുഴ അങ്ങനത്തെ മുഴയൊന്നും ക്യാൻസർ ആവില്ല. ക്യാൻസർ എന്നുള്ളതല്ല, കാർസിനോമ അല്ല യൂട്രസിലുള്ളത്. സാർക്കോമ എന്ന് വേറൊരു വെറൈറ്റി റയറായിട്ട് വരും. 10 ലക്ഷം പേരിൽ ഒരാൾക്ക് വരും. അത് മുഴയൊന്നും ആവണ്ട, ഒരു ചെറിയ കുമിള മതി. ഒരു 2 monthsനകത്ത് യു വിൽ ബ്ലീഡ് കംപ്ലീറ്റ്ലി. 5 ലിറ്റർ ബ്ലഡും പുറത്തോട്ട് പോകും, അമ്മാതിരി ബ്ലീഡിങ്. സോ അതൊന്നും കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് പോവുക, അത് ഓങ്കോളജിസ്റ്റ്, ഗൈനക് ഓങ്കോളജിസ്റ്റിന് നമ്മൾ കൈമാറുക. അവർ അതിനെ വേണ്ട പോലെ എല്ലാം നോക്കി ഓപ്പറേറ്റ് ചെയ്ത്. അത് ഈ യൂട്രസിന്റെ പ്രശ്നം കൊണ്ട് ജീവൻ പോകുന്നവരാരുമില്ല. ഇല്ല. അത് അത്രയും അറിഞ്ഞാൽ മതി. യൂട്രസ് വന്നിട്ട് അങ്ങനെ ജീവൻ എടുക്കുന്ന രീതിയിലുള്ള ഒരു ഡിസീസും യൂട്രസിന് ഉണ്ടാവാറില്ല. ചിലപ്പം അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടാവുന്നത്. സോ യൂട്രസിലുള്ള സംഭവങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് ക്യാൻസർ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് യൂട്രസ് ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്യാൻസേഴ്സ് ഇന്ത്യയിൽ കാണാറില്ല. സർവൈക്കൽ ക്യാൻസേഴ്സ് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാത്തപ്പോൾ വരുന്ന ക്യാൻസേഴ്സേ ഉള്ളൂ. ഇന്ത്യ മുഴുവനുള്ള സർവേ, WHO ഫോർ വിമൻ്റെ സർവേ ആണ് ഞാൻ പറയുന്നത്. അതായത് ഒരുപാട് ക്യാൻസേഴ്സ് യൂട്രസിൻ്റെ എന്ന് പറഞ്ഞ ആളുകൾ യൂട്രസ് എടുത്ത് മാറ്റുന്നുണ്ട്. വെറുതെയാണ്. പ്ലീസ്, അത് അവർക്ക് എമൗണ്ടോ ഇൻകമോ ഗുണമോ ഒക്കെ ഉണ്ടാക്കും. ബട്ട് ആക്ച്വലി നമ്മളിപ്പോൾ അറിയേണ്ടത് നോ ഓപ്പറേഷൻ ഫോർ ഫൈബ്രോയിഡ്സ്, അഡിനോമയോസിസ്, ബ്ലീഡിങ്, പെയിൻ, ഇങ്ങനത്തെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും അത് ക്യാൻസർ ആവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് അറിയാനും പറ്റും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ. പിന്നെ ക്യാൻസർ അല്ല എന്നുള്ളത് നമുക്ക് ബേസിക്കലി അറിയാം. ആൻഡ് ഓൾസോ ഈ ഹോർമോണിൻ്റെ ഇംബാലൻസ് ആണെന്നുള്ളതും അറിയാൻ പറ്റുന്നുണ്ട്. സോ അതിനെ കറക്റ്റ് ആളുകളുടെ വിചാരം വന്ന ഉടനെ നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ആണോ ഡോക്ടറെ കൊടുക്കണം പലരും ചോദിക്കും. ഹോർമോൺ ഓൾറെഡി നിങ്ങളുടെ ബോഡിയിലുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ മെഡിസിൻസ് വിൽ ബി ടു കൺട്രോൾ. അതേപോലെ മുഴകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇഞ്ചെക്ഷൻസ്. മൾട്ടിപർപ്പസ് ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന മുഴകൾ കുറയും. അതേസമയത്ത് ഈ അകത്തുള്ള ഓവർ ഹോർമോൺ ഇതും ഒന്ന് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ വി ക്യാൻ സ്ലോലി. പിന്നെ മെയിൻ്റനൻസ് വേണം. ഒരു 8 മാസം ട്രീറ്റ്മെൻറ്റ്, വലിയ ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു 7-8 മാസം കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി വൺസ് വന്ന് യു ക്യാൻ ടേക്ക് ഇഞ്ചെക്ഷൻസ് ആൻഡ് ഓൾട്ടർനേറ്റ് ഡേ ടാബ്ലറ്റ്സ് എടുത്തിട്ട് പിന്നെ 2 monthsലൊരിക്കൽ വന്ന് ഇഞ്ചെക്ഷൻസ്, അങ്ങനെ 3 monthsലൊരിക്കൽ. ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർ 3 monthsലൊരിക്കൽ വന്ന് എടുത്തിട്ട് പോകും. അവർക്ക് ഡിപ്പോയിട്ട് എടുത്ത് കൊടുത്ത് ഇഞ്ചെക്ഷൻസ് വിൽ ബി ദർ. ആൻഡ് ഓൾസോ ദർ ആർ മെഡിസിൻസ് നമുക്ക് വിട്ട് പിന്നെ ആഴ്ചയിലൊന്ന്, ആഴ്ചയിൽ 2 അങ്ങനെ കഴിച്ചാലും മതി. സോ മെയിൻ്റനൻസ് ഫേസ് ഒന്നുണ്ട്. ഇത് മാജിക് ആയിട്ട് വന്ന ഉടനെ കുറയോ പ്ലീസ് ഡോണ്ട് തിങ്ക് ദറ്റ് ഐ എം ഡൂയിങ് സം മാജിക്. അതൊന്നുമല്ല. ഇതൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളാണ്. ഇറ്റ്സ് എ പ്രോട്ടോകോൾ. ഫസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് പ്രോപ്പർലി ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യുക, ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ചെയ്യുക, യൂട്രസിൻ്റെ ഹോർമോണിനെ നേരെയാക്കുക. പിന്നെ ആ മുഴകളെയും അകത്ത് കെട്ടിയിരിക്കുന്ന ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ട്, ദറ്റ് ഈസ് അഡിനോമയോസിസ്. ആ ബ്ലഡ് ക്ലോട്ട്സിനെ കുറച്ച് അലിയിച്ച് കൊണ്ടുവരിക. സോ ദിസ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 6 to 8 months മിനിമം. ഒരു ഇത് വലിയ മുഴയൊക്കെയാണെങ്കിൽ ഒരു 10 months വരെ കുറച്ച്, അതായത് 10 centimeter ഉള്ളത് 4 centimeter ആയാലും നമുക്ക് 0 ലെവലാണ്. അത്രയും മതി. അത് പ്രോബ്ലം ഉണ്ടാക്കുന്ന സ്റ്റേജിൽ നിന്ന് മാറി അത്രയും ആക്കി കൊടുത്താൽ മതി. ദെൻ ഷീൽ ഗോൺ. പിന്നെ അത് വളരാതിരിക്കാനാണ് മെയിൻ്റനൻസ്. സോ എവറി 1 month വന്ന് ഇഞ്ചെക്ഷൻ എടുക്കുക. ദെൻ ഷീൽ ഗോ ഓൺ ഫോർ എ മെയിൻ്റനൻസ്. ബസ് പിന്നെ 3 മാസത്തിലൊരിക്കൽ വന്നാലും മതി. തീർന്നു. ട്രീറ്റ്മെന്റ് ഈസ് ദാറ്റ് മച്ച്. പ്രധാനമായിട്ടും നമുക്കൊരു ഫോളോ അപ്പ് വേണം. ഫോളോ അപ്പേ ഉള്ളൂ. ആദ്യത്തെ ഒരു 5-6 മാസം നല്ല ആക്റ്റീവ് ട്രീറ്റ്മെന്റ്, 2-3 months കുറഞ്ഞു വരുന്ന ട്രീറ്റ്മെന്റ്. ദെൻ യു ഗോ ഫോർ മന്ത്ലി വൺസ്, പിന്നെ 2 monthly once, പിന്നെ 6 monthly once. അത്രേ ഉള്ളൂ. ദിസ് ഈസ് ഹൗ യു ട്രീറ്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ന്യൂട്രീഷനും ഞാൻ കൊടുക്കുന്നത്. എനിക്ക് ഇത് WHO അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ വിമന് വേണ്ടിയിട്ട് വി ഗെറ്റ് സബ്സിഡൈസ്ഡ് മെഡിസിൻസ്, അതായത് ടോണിക്സ് ഒക്കെ. സോ ഡെഫിനറ്റ് ആയിട്ട് എല്ലാ ലേഡി അത് യൂസ് ചെയ്യണം. 100 രൂപ 110 രൂപയ്ക്ക് യു ഗെറ്റ് 600 rupees ടോണിക്സ്. വി ഗെറ്റ് സോ മച്ച് ഇത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും യൂസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ പലർക്കും ഈ അവയർനെസ് ഇല്ല. നമുക്ക് ലൈക്ക് യു ഷുഡ് ഹാവ് എ ഗവൺമെൻറ് മിഷനറി സപ്പോർട്ടില്ല, അതില്ല കേരളത്തിൽ. സോ കുറച്ച് ഡിഫിക്കൽട്ടാണ് കേരളത്തിൽ വർക്ക് ചെയ്യാൻ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ് ഇനഫ്. ഇങ്ങനെയൊക്കെ പറയുന്നത് ആളുകൾ സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്നുണ്ട്, യൂട്യൂബ് വഴിയൊക്കെ കേട്ടിട്ട് ദേ ആർ ആസ്കിങ് മീ അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻസ്. സോ
പെട്ടെന്ന് ഒരാൾ യൂട്രസ് എടുത്ത് മാറ്റുന്ന ഒരു ഓപ്പറേഷൻ പറഞ്ഞാൽ ഇറ്റ്സ് സിമ്പിൾ എന്ന് വിചാരിക്കരുത്. അതിനുശേഷം യു ആർ ഗോയിങ് ടു ഹാവ് മെനി ലോട്ട് ഓഫ് പ്രോബ്ലംസ് യൂട്രസ് എടുത്ത് മാറ്റുമ്പോൾ. അത്രയും ഉപയോഗിച്ച് അതുകൊണ്ടാണ് സേവ് യൂട്രസ് ക്യാമ്പയിൻ. ആക്ച്വലി ഞങ്ങളുടെ ഇതിൽ സേവ് വുമൺ ഓർഗൻസ് എന്നുള്ളതാണ് #, ബിക്കോസ് ഓവറീസും കൂടെ ആഡഡ് ആണ്. സോ സേവ് വുമൺ ഓർഗൻസ്, അത് എടുത്തു മാറ്റിയവർക്ക് ദെൻ ദ നെക്സ്റ്റ് ക്യാമ്പയിൻ ഈസ് ലൈഫ് ക്വാളിറ്റി ഓഫ് എ വുമൺ മാറ്റേഴ്സ്. എന്നുവെച്ചാൽ അതിനുശേഷം ക്വാളിറ്റി ലൈഫ് പോയി നിർത്തും. ഈവൻ സെക്ഷുവൽ ഹെൽത്ത് പോലും നന്നായിരിക്കില്ല. അത് പലർക്കും അറിയത്തില്ല. ഈ യൂട്രസ് ഒക്കെ എടുത്ത് മാറ്റിയ സെക്ഷുവലി ബന്ധപ്പെടാൻ പോലും, നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ പൊട്ടുകയും ഇത് ചെയ്യും, അതിൻ്റെ ലുബ്രിക്കേഷൻ പോയി, ഇതെല്ലാം ഒരു ഹോർമോൺസിൻ്റെ ബാലൻസിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഈ 2 അവയവങ്ങളുടെ ബാലൻസിലാണ് പോയിക്കൊണ്ടിരുന്നത്. യൂട്രസ് ഓവറിയിലാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരുന്നത്. രണ്ടും വേണം നമുക്ക്. സോ അതിനെ പ്രോപ്പറായിട്ട് ഇത് ചെയ്യാം. നമ്മുടെ സമയം ഏകദേശം സോ ദ ബോട്ടം ലൈൻ ഐ ടെൽ യു, ദ ടുഡേസ് ടാഗ് ലൈൻ ഈസ് ഡോണ്ട് റിമൂവ് യുവർ യൂട്രസ്, സേവ് യുവർ യൂട്രസ് ആൻഡ് ഓവറീസ്. എവറി പ്രോബ്ലം ഹാസ് എ ട്രീറ്റ്മെന്റ് അതർ ദൻ ക്യാൻസർ. ക്യാൻസേഴ്സ് അങ്ങനെ അധികം യൂട്രസിൽ ഉണ്ടാവുന്നില്ല. അത് നിങ്ങളെ പേടിപ്പെടുത്തും പോലെ അല്ല. സോ ഈ മുഴകളെല്ലാം ക്യാൻസർ മുഴകളല്ല, യൂഷ്വലാണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് സ്കാനിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ യൂട്രസിൽ മുഴ വന്ന് ക്യാൻസർ ആവണത് ഇല്ല. ആക്ച്വലി 0.01% പോലും ഇല്ല. സോ പേടിച്ചിട്ട് ഉടനെ അതിനെ പോയി ഓപ്പറേറ്റ് ചെയ്ത് അത് ക്യാൻസർ ആണെന്ന് ആര് പറഞ്ഞാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്യാൻസർ ആണെന്നുള്ള പ്രൂഫ് എടുക്കാൻ പറയാം. നമ്മൾ എല്ലാത്തിലും ചെയ്യും പോലെ ബയോപ്സി എടുത്ത്, മുഴയിൽ നിന്ന് ബയോപ്സി എടുത്ത്, അങ്ങനെ ഒരാൾ നിങ്ങളടുത്ത് ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ ഈ മുഴയുടെ ബയോപ്സി എടുത്ത് ക്യാൻസറിന് എനിക്ക് പ്രൂഫ് വേണമെന്ന് ചോദിച്ചാൽ മതി. ദെൻ ദേ വിൽ നോട്ട് ആസ്ക് യു ടു റിമൂവ് യുവർ യൂട്രസ്. നിങ്ങൾക്ക് ഒരു പ്രൂഫായി വാട്ട് ഐ സേ ഈസ് ലാപ്രോസ്കോപ്പിക്ക് ഒരു ബയോപ്സി എടുക്കുക, ദെൻ യു ഷോ അതിൽ ക്യാൻസർ ഇല്ലെന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സുകൊണ്ടും ഇഫ് യു വാണ്ട്, അങ്ങനെ അത്യാവശ്യമുള്ളവർക്ക്. ആക്ച്വലി നമുക്കറിയാം അത് 0.1% ഇപ്പോൾ ക്യാൻസറിന് ഒരാൾ പറയുകയാണെങ്കിൽ യു ഷുഡ് ആസ്ക് ദം പ്രൂവ്. എങ്ങനെ പ്രൂഫ് കിട്ടും? എനിക്ക് ബയോപ്സി എടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ബ്രസ്റ്റിലെ മുഴ വന്നാൽ ഇമീഡിയറ്റ്ലി ബയോപ്സി എടുത്തിട്ട് പിന്നെയല്ലേ നമ്മൾ മാറ്റുന്നുള്ളൂ. അതേപോലെ ഇതിനും ചോദിക്കാം. യു ഹാവ് എവറി റൈറ്റ് ടു ആസ്ക് എനിക്ക് വന്നിട്ട് അത് ക്യാൻസർ ആണെന്ന് ഒന്ന് പ്രൂഫ്, എന്തെങ്കിലും അത് ബയോപ്സി എടുത്ത് പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും പ്രൂഫ് കിട്ടുമോ എന്ന് ചോദിക്കാം. ബട്ട് അത് ചോദിക്കാനുള്ള അവകാശം നമ്മൾ എല്ലാവർക്കും ഉണ്ട്. എവറി ഹ്യൂമൻ ബീങ് കൻ ആസ്ക്. ബട്ട് ഇത്രയും അറിഞ്ഞാൽ മതി, അങ്ങനെ ക്യാൻസേഴ്സ് ഒന്നും യൂട്രസിൽ ഉണ്ടായി ആരും അങ്ങനത്തെ മരണ സംഭവമായിട്ടുള്ള സെർവൈക്കൽ ക്യാൻസേഴ്സ് വരുന്നത് ഓൾസോ ട്രീറ്റബിൾ ആണ്. അത് ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത്. സോ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. മുഴ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ഇമീഡിയറ്റ് ആയിട്ട് യു ക്യാൻ ടേക്ക് മൈ നമ്പർ ആൻഡ് അറ്റ്ലീസ്റ്റ് കോൾ മീ. ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. യൂട്രസിൻ്റെ ബ്ലീഡിങ് ആൻഡ് ഇത് വരുന്ന ബ്ലഡ് അകത്ത് ക്ലോട്ട് ആവുന്ന അഡിനോമൈസിസ് എന്നുള്ള പ്രോബ്ലം, ബ്ലീഡിങ് ആൻഡ് പെയിൻ. സോ ദാറ്റ് ഓൾസോ ഇറ്റ് ഈസ് ഈസി ടു ട്രീറ്റ്. നോ ഓപ്പറേഷൻ ഫോർ എനി യൂട്രസ് ഡിസീസസ്. യെസ്, നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്തതിന് ഒറ്റ കാര്യം, നമുക്ക് ഡോക്ടർ ഒരു മായ എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് സ്കാൻ റിപ്പോർട്ട് തന്നെ അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. മാത്രം വാങ്ങിച്ചോളൂ. ജസ്റ്റ് ലോങ് ആണ് ഡോക്ടർ. അത് ലാസ്റ്റ് ഇംപ്രഷൻ കൊടുത്തിരിക്കുന്നത് മാത്രം. ഇംപ്രഷൻ കൺക്ലൂഷനോ ഇംപ്രഷൻ. റൈറ്റ് ഒവേറിയൻ സിസ്റ്റ് ആസ് ഡിസ്ക്രൈബ് സജസ്റ്റഡ് MRI കൊറിലേഷൻ ഫോളോ അപ്പ് എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. അതുപോലെ രണ്ടാമതൊരു റിപ്പോർട്ടിനകത്ത് റൈറ്റ് ഒവേറിയൻ സെപ്റ്റേറ്റഡ് സിസ്റ്റ് വിത്ത് ക്ലിയർ കോണ്ടന്റ്സ് മെഷറിംഗ് 7.2 into 4.6 centimeters എക്സ്റ്റെൻഡിങ് ഇൻടു ദ POD ആണ്. MRI ചെയ്തിട്ട് നല്ലൊരു സെന്ററിൽ നിന്ന് MRI ചെയ്യണം. നന്നായിട്ട് ചെയ്യുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക. ദെൻ പ്ലീസ് കോൺടാക്ട് മീ ബിഫോർ ദാറ്റ്. എന്റെ നമ്പർ എടുത്തിട്ട് ഓൺലൈനിൽ വിളിക്കുക. മായ ഹൂവർ യു ആർ കോളിംഗ്, മായ പ്ലീസ് കോൺടാക്ട് മീ വിത്ത് ഓൾ ദ റിപ്പോർട്ട്. ഞാൻ ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. താങ്ക് യു ഡോക്ടേഴ്സ്. താങ്ക് യു.